ഗുഡ് ഈവനിങ് ആൾ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രമേശ് വെണ്ണേൻ. മലപ്പുറം ജില്ലയിലെ ചീക്കോട് പഞ്ചായത്തിലെ ഒരു ഗ്രാമപ്രദേശത്ത് ആണ് സ്വദേശം. ഞാനിപ്പോ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്നു. പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിലെ 14ാമത്തെ ബാച്ചിലെ സ്റ്റുഡന്റ് കൂടിയാണ്. പിമ്പിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിച്ചു വരുന്ന ട്രെയിനേഴ്സ് ടോക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പ്രൊഫഷണൽ ട്രെയിനേഴ്സ് കോഴ്സ് പൂർത്തിയാക്കിയ വ്യക്തികളാണ് ഈ പ്രോഗ്രാമിൽ അവതാരകരായി എത്തുന്നത്. ഒരു ട്രെയിനർ ആവണം എന്ന അതിയായ ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോകുന്ന സമയത്താണ് ആ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ എവിടെയോ ഉള്ളതുകൊണ്ട് തന്നെയാണ് അവിചാരിതമായിട്ട് എൻ്റെ ഫാമിലി സുഹൃത്തും ബാല്യകാല സുഹൃത്തും കൂടിയായ, അതോടൊപ്പം 11ാമത്തെ ബാച്ചിലെ പിമ്പിൾ അക്കാദമിയുടെ ട്രെയിനേഴ്സ് കോഴ്സിലെ 11ാമത്തെ ബാച്ചിലെ വ്യക്തി കൂടിയായ ശ്രീമതി ഷീജ മാമിന്റെ ഒരു സ്റ്റാറ്റസ് കാണാൻ ഇടയാവുകയാണ്. ആ സ്റ്റാറ്റസിൽ ഒരു ട്യൂഷൻ സെന്ററിലെ ഒരു മോട്ടിവേഷൻ ക്ലാസ്, ഗുഡ് പാരന്റിങ് എന്ന ഒരു മോട്ടിവേഷൻ ക്ലാസിന്റെ ഒരു പോസ്റ്റാണ് ഞാൻ അതിൽ കാണുന്നത്. അപ്പൊ അത് കണ്ടപ്പോൾ ഉടനെ തന്നെ ഞാൻ ഷീജ മാമിനെ കോണ്ടാക്ട് ചെയ്തു. ഈ ഒരു കോഴ്സിനെ കുറിച്ച്, ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്, എങ്ങനെ ഈ കോഴ്സ് ചെയ്തു എന്നറിയതിനെ കുറിച്ച് വ്യക്തമായിട്ട് എനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ വളരെ ആവശ്യത്തോടു കൂടി ഫൈസൽ സാറിന്റെ ഈ കോഴ്സിനെ കുറിച്ച് നല്ലൊരു ആമുഖം എനിക്ക് തരികയും, തൊട്ട് ഞാൻ അവരെ വിളിക്കുന്ന സമയത്ത് തൊട്ട് തലേ ദിവസം 14ാമത്തെ ബാച്ച് ഔദ്യോഗികമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ എത്രയും പെട്ടെന്ന് നമ്പർ സാറിന് പാസ് ചെയ്യാം, അപ്പൊ നാളെ തന്നെ അടുത്ത ക്ലാസ് വരുന്ന ബുധനാഴ്ച, തിങ്കളാഴ്ച ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, ബുധനാഴ്ച അടുത്ത ക്ലാസ് വരുന്നത്, ആ ദിവസം തന്നെ കയറിക്കോ എന്ന് പറഞ്ഞു. സാറിന് എൻ്റെ നമ്പർ കൊടുക്കുകയും തൊട്ട് അടുത്ത ദിവസം തന്നെ സാറ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ അതുവരെ ഞാൻ മനസ്സിലാക്കിയിരുന്ന ഒരു ട്രെയിനർ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് എടുക്കുന്ന ഒരു വ്യക്തി എന്നത് യൂട്യൂബിലും അങ്ങനെ പ്രോഗ്രാമുകളിലും ഒക്കെ നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി എങ്ങനെ ഇത് സാധ്യമാവും എന്ന് ഒരുപാട് ചിന്തിച്ച് നടന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിലുപരി നമുക്ക് നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും സാംസ്കാരിക വേദികളാണെങ്കിലും ഒക്കെ അതിലൊക്കെ പല സമയങ്ങളിലും നമുക്ക് വെൽക്കം സ്പീച്ചും അധ്യക്ഷ പ്രസംഗവും വോട്ട് ഓഫ് സാംസും ഒക്കെ പറയാൻ സമയം അനുമതി കിട്ടിയിട്ടുണ്ടെങ്കിലും അത് അന്ന് വരെ നമ്മൾ വിചാരിച്ചിരുന്നത് ഇങ്ങനെയൊക്കെയാണ് ഈ വെൽക്കം സ്പീച്ചും കാര്യങ്ങളൊക്കെ പറയാ എന്ന ഒരു ധാരണയായിരുന്നു. സത്യത്തിൽ ഈ ഒരു ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങി ഓരോ ദിവസത്തെ ക്ലാസ് കഴിഞ്ഞു പോകുമ്പോഴും നമ്മൾ അതുവരെ മനസ്സിലാക്കി വെച്ച സംഭവങ്ങളല്ല ഈ ഒരു മേഖലയിൽ ഉള്ളത് എന്ന് വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാനും, നമ്മൾ അതുവരെ മനസ്സിലാക്കി വെച്ചിരുന്നത് അന്ന് വിഭിന്നമായിട്ട് കുറെ കാര്യങ്ങൾ ഇതിലുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ സ്വഭാവത്തിലാണെങ്കിലും നമ്മുടെ ജീവിത ശൈലിയിലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു കോഴ്സ് കൊണ്ട് വരുത്താൻ കഴിയും എന്ന് വ്യക്തമായിട്ട് ഓരോ ക്ലാസ് പിന്നിടുമ്പോഴും മനസ്സിലായിക്കൊണ്ടിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ക്ലാസിന്റെ ഒരു മഹത്വം, ഈ ഒരു ക്ലാസ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 14ാമത്തെ ബാച്ചിലെ ആ ഒരു ബാച്ചിന്റെ പ്രത്യേകത, പരസ്പരം നമുക്ക് നമ്മളെ സംശയങ്ങൾ ഗ്രൂപ്പിലെ മറ്റു മെമ്പേഴ്സിനെ പോലും ചോദിക്കാനും മനസ്സിലാക്കാനും നമുക്ക് അവസരം കിട്ടി. അതിലുപരി സാറിന്റെ ഓരോ ദിവസത്തെ ക്ലാസ് കഴിയുമ്പോഴും നമ്മൾ ശരിക്കും ഒരു ട്രെയിനർ ആവണം എന്ന ആഗ്രഹത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കോഴ്സ് ബാച്ച് അവസാനിച്ചെങ്കിൽ കൂടി തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ പരസ്പരം സാറ് ഞങ്ങൾ ഓരോരുത്തരെയും കോണ്ടാക്ട് ചെയ്യാറുണ്ട്, എന്താണ് അടുത്ത ഇത് എന്ന് ചോദിക്കും. അപ്പം വ്യക്തമായിട്ട് നമ്മൾ അതിന്റെ പിന്നാലെ തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു കോഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്താൽ ജീവിതത്തിൽ ഒരിക്കലും നമുക്കത് നഷ്ടമാവില്ല. നമ്മൾ കൊടുക്കുന്ന ഓരോ അതിന്റെ എമൗണ്ട് ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് ട്രെയിനേഴ്സ് ടാക്കിൽ അവതാരകരായി എത്തുന്നത്, അതിനു മുന്നേ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്ത് ഇതിലൊരു സ്റ്റുഡന്റ് ആയിട്ട് പരിഗണിച്ച് അതിന് വേണ്ട നിർദ്ദേശ അനുസരണങ്ങൾ തന്ന് ഞങ്ങളെ നയിച്ച് ഒരു കോഴ്സ് ആ ബാച്ച് പൂർത്തിയാക്കിയ, അതിന് ലീഡ് ചെയ്ത ഏറ്റവും പ്രിയപ്പെട്ട ഫൈസൽ സാറിന് ഈ ഒരു അവസരത്തിൽ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇന്ന് ട്രെയിനേഴ്സ് ടാക്കിൽ അവതാരകരായി എത്തുന്നത്
ഷഹീദ മാം ആണ്. മാം ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് ചിൽഡ്രൻ. കുട്ടികൾക്ക് കഥകളിൽ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വരുത്തുന്ന സ്വാധീനത്തെ കുറിച്ചാണ് ഷഹീദ മാം ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ആ വിഷയത്തെ ആസ്പദമാക്കിയാണ്. ഷഹീദ മാം ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കൂടിയാണ്, അതോടൊപ്പം ട്രെയിനറാണ്. ഈ ക്ലാസ് നയിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടി ഷഹീദ മാമിനെ ആദരവോടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു രമേഷ് സർ. ഗുഡ് ഈവനിങ് ഓൾ. അവനെ പരിചയപ്പെടുത്തി കഴിഞ്ഞു, എന്നാലും ഒന്ന് പറയാം. ഷഫീദ എന്നാണ് പേര്. പിന്നെ ഞാനും മലപ്പുറം സ്വദേശിയാണ്. കാളികാവാണ് സ്ഥലം. പിന്നെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ്. വിബ്ല അക്കാഡമിയിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് 6th ബാച്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും. പിന്നെ സർ പറഞ്ഞു കഴിഞ്ഞു ഇന്നത്തെ ടോപ്പിക് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. അപ്പൊ നമുക്ക് തന്നെ അറിയാലേ, എവിടെ നോക്കിയാലും കഥ പറച്ചിലുകാരാണ് ഒരുപാട് പേര്. നമ്മള് പിന്നെ എങ്ങോട്ട് തിരിഞ്ഞാലും ഒരുപാട് സ്റ്റോറി ടെല്ലിംഗ് ക്ലബുകൾ നമുക്ക് കാണാം. പിന്നെ വാട്സാപ്പിലായിക്കോട്ടെ, FBയിലായിക്കോട്ടെ, സ്റ്റോറി ടെല്ലിംഗ് ക്ലബുകൾ ഇഷ്ടം പോലെയുണ്ട്. കഥ പറച്ചിലിന്റെ ഒരു പ്രാധാന്യമൊക്കെ ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കും അല്ലെ, ഒരുപക്ഷെ അങ്ങനെ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കുട്ടികളിൽ കഥ പറയുന്നതിന്റെ കുറച്ച് വിശേഷങ്ങളാണ്. സാധാരണഗതിയിൽ കുട്ടികൾക്ക് നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുന്നത് അവരെ ഉറക്കാൻ വേണ്ടിയിട്ടാണ്. ഈവനിങ് ടൈമിൽ കുട്ടികളെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് അവരെ ഉറക്കുന്ന സമയത്താണ് നമ്മൾ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുക. പക്ഷെ ശരിക്കും കഥയിലൂടെ കുട്ടികൾ ഉണരുകയാണ് ചെയ്യുന്നത്. അവരുടെ ചിന്തിക്കാനുള്ള കഴിവ്, സങ്കല്പിക്കാനുള്ള കഴിവ്, ശ്രദ്ധ, ഓർമ്മശക്തി, ഭാഷാപരമായിട്ടുള്ള കഴിവുകള്, ലിസണിങ് സ്കില്ല്, അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, സോഷ്യൽ സ്കില്ലുകൾ, അങ്ങനെ ഒരുപാട് സ്കില്ലുകൾ കഥയിലൂടെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. കഥ ശരിക്കും ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമോ അതല്ലെങ്കിൽ ഒരു വിനോദോപാധി മാത്രമല്ല. കഥ ശരിക്കും ഒരു ചൈൽഡ്ഹുഡ് ലേണിംഗ് പ്രോസസ്സാണ്. കഥയിലൂടെ മാത്രം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, കൺസെപ്റ്റുകളും അല്ലെങ്കിൽ GK ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഈവെന്റ്സ്, അങ്ങനെ ഒരുപാട് സംഗതികൾ, അക്ഷരങ്ങൾ, ഒരുപാട് സംഗതികൾ കഥയിലൂടെ നമുക്ക് കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും. ചെറിയ കുട്ടികൾ നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം, ചെറിയ കുട്ടികളാവുമ്പോൾ അവര് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും ഒന്നിന് ആൻസർ ചെയ്താലോ, ഓക്കെ നമുക്ക് ഇനി ഒന്ന് നമ്മുടെ വഴി നോക്കാലോ, അല്ലെങ്കിൽ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനല്ല. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രെയിൻ പോലെയാണ് ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുക. നമ്മൾ ആൻസർ ചെയ്യുന്നത് അതിനെ കണക്ട് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻ, അതിനെ കണക്ട് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻ, ഇങ്ങനെ കണക്ട് ചെയ്ത് ഇവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. എത്ര ശാന്ത പ്രകൃതരാണെങ്കിലും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും, ഇല്ലേ? പക്ഷെ നമുക്ക് ദേഷ്യം വന്നിട്ട് കാര്യമല്ല. അപ്പൊ ഞാനൊക്കെ ശരിക്കും ആ ഫേസിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ മക്കളായതുകൊണ്ട് അവരിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. പുതിയ എന്ത് കാര്യം കേൾക്കുമ്പോഴും കാണുമ്പോഴും അറിയുമ്പോഴൊക്കെ അതിനെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും ചോദിക്കാനുണ്ടാവും. ഉത്തരം പറഞ്ഞു കൊടുത്താലും പിന്നെ അതുമായിട്ട് കണക്ട് ചെയ്ത് ചോദ്യങ്ങൾ അവസാനിക്കില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, എനിക്ക് അറിയാവുന്ന ഉത്തരാണെങ്കിൽ ഉടനെ പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ പറയും പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം, ഇപ്പൊ ചെല്ലെന്ന് പറഞ്ഞിട്ട് അതിന് നേരത്തിൽ ഹാൻഡിൽ ചെയ്യും. അതല്ലെങ്കിൽ അവരുടെ ടീച്ചേഴ്സിനിട്ട് പണി കൊടുക്കും. നമ്മൾ ടീച്ചേഴ്സിനോട് പോയി ചോദിക്കണം, എന്നിട്ട് എനിക്ക് കൂടെ പറഞ്ഞു തരണം എന്നുള്ള രീതിയിൽ അതങ്ങോട്ട് സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് വിടും. കാരണം ദേഷ്യപ്പെട്ട് കഴിഞ്ഞാല് അതോടെ തീർന്നു. പിന്നെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കണ്ട. നമ്മളൊന്ന് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ചോദ്യം ചോദിക്കാനുള്ള സ്കില്ലിനെ നമ്മൾ വേരോടെ പിഴുതെടുത്ത് കളഞ്ഞു എന്ന് വേണം കരുതാൻ. കാരണം ചോദ്യം ചോദിക്കുക, ഉത്തരം കണ്ടെത്തുക, അന്വേഷിക്കുക എന്നൊക്കെ പറയുന്നത് നല്ലൊരു സ്കില്ലാണ്. ക്യൂരിയോസിറ്റി ഉള്ളവരാണ് അങ്ങനെ ചെയ്യാം. അറിയാനുള്ള ഒരു ത്വര ഉള്ളിലുള്ളവരാണ് നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുക, ഉത്തരങ്ങൾ കണ്ടെത്തുക. അവരാണ് ഭാവിയിലും വലിയ വലിയ കണ്ടുപിടുത്തങ്ങളിലൊക്കെ എത്തിപ്പെടുക. ഇപ്പൊ നമുക്കറിയാം തോമസ് ആൽവ എഡിസന്റെ കഥ അല്ലെ. എഡിസൺ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ക്ലാസ്മേറ്റ്സ് കളിയാക്കി വിളിച്ചിരുന്ന ഒരു ഇരട്ടപ്പേരുണ്ട്, വൈ.
എന്ത് കണ്ടാലും കേട്ടാലും അറിഞ്ഞാലൊക്കെ അദ്ദേഹത്തിന് നിരന്തരം ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ്മേറ്റ്സ് കളിയാക്കി വിളിച്ചിരുന്ന പേരാണ് വൈ എന്ന്. എഡിസൺ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി, സ്കൂളിൽ നിന്ന് പുറത്താക്കി. എന്തിനാന്ന് വെച്ചാല് പഠിക്കാത്തതിന്റെ പേരിലല്ല, ഹോംവർക്ക് ചെയ്യാത്തതിന്റെ പേരിലല്ല, ടീച്ചേഴ്സിന് അനുസരിക്കാത്തതിന്റെ പേരിലല്ല, അതല്ലെങ്കിൽ ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് ചൂളം വിളിച്ചതിന്റെ പേരിലല്ല. അദ്ദേഹം ടീച്ചേഴ്സിന് പോലും ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ചോദ്യങ്ങൾ ചോദിച്ചതിന്റെ പേരിലാണ് അദ്ദേഹത്തെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത്. അദ്ദേഹമാണ് ശാസ്ത്രജ്ഞന് ഒരുപാട് സംഭാവനകളൊക്കെ നൽകിയ വലിയ ശാസ്ത്രജ്ഞനായിട്ട് പിന്നീട് മാറിയത്, അല്ലെ? ഈ കഥ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പറഞ്ഞു വന്നത്, ചോദ്യം ചോദിക്കാനുള്ള ഒരു സ്കില്ല് എന്ന് പറഞ്ഞത് വലിയൊരു സ്കില്ലാണ്. ഉള്ളിൽ ക്യൂരിയോസിറ്റി ഉള്ളവർക്കാണ് നിരന്തരം ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, അല്ലെ? ക്യൂരിയോസിറ്റി നിറക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് കഥകൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. നമുക്ക് നമ്മുടെ മക്കളുടെ ഉള്ളിൽ ക്യൂരിയോസിറ്റിയുടെ ഒരു കടല് തന്നെ തീർക്കാൻ നമുക്ക് കഴിയണം. കടലെന്ന് ഞാൻ വെറുതെ ആലങ്കാരികമായിട്ട് പറഞ്ഞതല്ല കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കടല് ഒരിക്കലും ശാന്തമല്ല, അല്ലെ? അത് എപ്പോഴും ഇങ്ങനെ തിരമാലകൾ വന്നും പോയി നിൽക്കുന്നുണ്ട്. ഇതുപോലെ ചോദ്യങ്ങളുടെ തിരമാലകൾ കുട്ടികളുടെ ഉള്ളിൽ എപ്പോഴും വന്നും പോയിരിക്കണം. അപ്പോഴാണ് അവർ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് അവരുടെ ആ അന്വേഷണാത്മക സ്വഭാവം ഇങ്ങനെ ഡെവലപ്പായിട്ട് വരുള്ളൂ. അപ്പൊ ക്യൂരിയോസിറ്റി നിറക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. കാരണം കഥ പറയുമ്പോൾ നെക്സ്റ്റ് എന്താ സംഭവിക്കുക, അടുത്ത എന്താ സംഭവിക്കുക, അതിങ്ങനെ ഇങ്ങനെ അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ജിജ്ഞാസ ഉണ്ടാവും, അല്ലെ? അറിയാനുള്ള ഒരു ത്വര ഉണ്ടാവും. ഇത് തന്നെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത്. അതുപോലെ കുട്ടികളുടെ ഭാഷാപരമായിട്ടുള്ള വളർച്ചയിൽ, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൽ കഥകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പൊ ചെറിയ മക്കളാണെങ്കിൽ അവരുടെ ഒരു സംസാരം വികസിച്ച് വരും. ഒരു വയസ്സാവുമ്പോഴാണ് അവർ സംസാരിക്കാൻ തുടങ്ങുക. ഫസ്റ്റ് വേർഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വയസ്സാവുമ്പോഴാണ്. ഒരു 2 വയസ്സാവുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 50ഓളം 1 വേർഡ്സ് അവരുടെ കയ്യിലുണ്ടാവും. അമ്മ, അച്ഛൻ, അല്ലെങ്കിൽ വെള്ളം, ഫുഡ്, അങ്ങനെയുള്ള കുറെ 1 വേർഡ്സ് അവരുടെ കയ്യിലുണ്ടാവും. 2-3 വയസ്സാവുമ്പോഴത്തേക്കും ഇവരെന്ത് ചെയ്യും? ചെറിയ ചെറിയ സെന്റൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ചെറിയ ചെറിയ സെന്റൻസുകളൊക്കെ സംസാരിക്കാൻ തുടങ്ങും. അതായത് വെള്ളം വേണം, അല്ലെങ്കിൽ ഉറക്കം വരുന്നു, അങ്ങനെയുള്ള 2 വേർഡ്സ് ഒക്കെ അടങ്ങുന്ന ചെറിയ സെന്റൻസുകളൊക്കെ അവർ പറയാൻ തുടങ്ങും. ഒരു 3-4 വയസ്സാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ വലിയ സെന്റൻസിലേക്ക് കടക്കും. അതായത് പിന്നെ ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പനി വരുന്നു, ഇങ്ങനെയുള്ള കുറച്ചുകൂടെ വലിയ വലിയ സെന്റൻസിലേക്ക് അവർ കടക്കും. അപ്പൊ ഭാഷാപരമായിട്ടുള്ള ആ ഒരു വളർച്ചയുടെ ഘട്ടമാണ് ഞാൻ പറഞ്ഞത്, അല്ലെ? അപ്പൊ നമ്മള് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴാണ്. 3 വയസ്സൊക്കെ ആകുമ്പോൾ കഥ പറഞ്ഞു കൊടുത്താല് എന്ത് ചെയ്യും? ഈ ഭാഷ വികസിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അവരുടെ വൊക്കാബുലറി ഒരുപാട് വർദ്ധിക്കുകയാണ്, അല്ലെ? നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താക്കണം? നമ്മൾ പുതിയ പുതിയ വേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ സംസാരിക്കുന്ന വാക്കുകളല്ല പലപ്പോഴും കഥയിൽ വരാം. ആശ്ചര്യം, അത്ഭുതം, അല്ലെങ്കിൽ ആശ്ലേഷിച്ചു, വിസ്മയം, രാജാവ്, രാജ്ഞി, പ്രജകള്, പ്രഭു, ഇങ്ങനെയുള്ള വാക്കൊന്നും നമ്മളെ നോർമൽ സംസാരത്തിൽ അത്ര വരുന്നില്ല. അപ്പൊ പുതിയ പുതിയ വേർഡ്സ് കഥയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ അവരൊന്നും ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യും, ഇത് നമ്മൾ കേട്ടിട്ടില്ലല്ലോ, കേൾക്കാത്തൊരു വേർഡാണല്ലോ ഇത്. പിന്നെ അതിനെക്കുറിച്ച് അവർ ചിന്തിക്കാൻ തുടങ്ങും. അവര് ക്രമേണ ഇത് പ്രയോഗിക്കാനും തുടങ്ങും. മീനിങ് ഒന്നും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷെ അതൊരു രസത്തിന്റെ പേരിൽ, ഒരു കൗതുകത്തിന്റെ പേരിൽ അവരെടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങും. പിന്നെ ആദ്യമൊക്കെ ചിലപ്പോൾ പ്രയോഗം അല്ലെങ്കിൽ സിറ്റുവേഷൻ ഒക്കെ തെറ്റായിരിക്കും, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാവും, അങ്ങനെയൊക്കെ വരും. പക്ഷെ അത് നമ്മൾ തിരുത്തി കൊടുക്കുന്നതിനനുസരിച്ച് അവരെന്താണ് അതിന്റെ സിറ്റുവേഷൻ മീനിങ് മനസ്സിലാക്കും. സിറ്റുവേഷൻ വെച്ച് നോക്കിയിട്ട് മീനിങ് മനസ്സിലാക്കും, അതിന്റെ പ്രയോഗങ്ങൾ മനസ്സിലാക്കും. അങ്ങനെ അവരും അവരുടെ സംസാരത്തിൽ പുതിയ പുതിയ വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കും. അങ്ങനെ അവരുടെ ആ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ്, വൊക്കാബുലറി, അതൊക്കെ വർദ്ധിക്കും. അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടും. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സോഷ്യലൈസേഷനെയും അത് നല്ല രീതിയിൽ സ്വാധീനിക്കും. കൂടുതൽ ആളുകളോട് സംസാരിക്കാനൊക്കെ അവർ താല്പര്യം കാണിക്കും. ഇപ്പൊ ഭാഷാപരമായിട്ട് ഉള്ള വളർച്ച അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ, സോഷ്യലൈസേഷൻ സ്കില്ലിനെയൊക്കെ കഥ പറച്ചിൽ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ കുട്ടികളുടെ ഓർമ്മശക്തി,
ഓർമ്മശക്തി കൂട്ടാൻ പറ്റുന്ന നല്ലൊരു മാർഗമാണ് കഥ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. നമ്മളിങ്ങനെ കഥ പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് കുറച്ച് പറഞ്ഞു കൊടുത്തിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ചോദിക്കാം, ആരൊക്കെയായിരുന്നു കഥയിൽ ഉണ്ടായിരുന്ന കഥാപാത്രങ്ങള്? നമ്മുടെ കഥയുടെ പേരെന്തായിരുന്നു? ഉമ്മച്ചി പറഞ്ഞു തന്ന കഥ ഒന്ന് ചുരുക്കിയിട്ട് എനിക്ക് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ കഥയൊന്ന് സമ്മറൈസ് ചെയ്യാനൊക്കെ ആവശ്യപ്പെടുക. കഥയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പൊ അവരെന്താക്കും? അവരിങ്ങനെ ഓർത്തോർത്ത് പറയാൻ ശ്രമിക്കും. ഇല്ലേ? ഇത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കഥ കഴിഞ്ഞ് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം ഈ സെയിം പ്രോസസ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ അവർ വീണ്ടും ഓർത്തെടുക്കാൻ ശ്രദ്ധിക്കും. ഈ ഒരു ഓർമ്മശക്തിയുടെ പ്രാധാന്യമൊക്കെ നമ്മൾ തിരിച്ചറിയൽ എപ്പോഴാണെന്നറിയാം? അവരുടെ സ്കൂളിംഗ് ഏജിലാണ്. അക്കാഡമിക് പെർഫോമൻസുകൾ വീക്കായിട്ട് വരുമ്പോ, നമ്മൾ വിചാരിച്ച അത്ര മാർക്ക് കിട്ടാണ്ട് വരുമ്പോ, കുട്ടി പഠിച്ചതാണ് എന്നിട്ട് ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നൊക്കെയുള്ള നിരന്തരം പരാതികൾ, പരിഭവങ്ങൾ, സങ്കടങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് അല്ലെ? അപ്പൊ ആ സമയത്ത് ഇപ്പൊ സ്കൂളിലാവുമ്പോ ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമല്ലല്ലോ പഠിക്കുക, ഇഷ്ടമല്ലാത്തതാണെങ്കിലും അവർ പഠിക്കേണ്ടി വരും. അപ്പൊ ആ സമയത്ത് ഇഷ്ടമല്ലാത്തൊരു കാര്യം പഠിക്കുകയും ചെയ്യാം, ഓർമ്മശക്തി ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. ഇതെല്ലാം കൂടെ നല്ലൊരു ടാസ്ക് ആണ്. കുട്ടി ആയിക്കോട്ടെ, പാരന്റ് ആയിക്കോട്ടെ, ടീച്ചർ ആയിക്കോട്ടെ, എല്ലാവരും സ്ട്രെസ്സിലാവുന്ന ഒരു സമയമാണ്. അപ്പൊ നേരത്തെ ഈ മെമ്മറി സ്കില്ലൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ, അതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ, അത് അവർക്ക് അവരുടെ സ്കൂളിംഗ് ടൈമിൽ അവർക്ക് കിട്ടുന്ന ഒരു ബോണസ് ആണ്. അവർക്കത് കുറച്ചൊരു അനുഗ്രഹമായിട്ട് തോന്നും. അവരുടെ അക്കാഡമിക് ഏരിയയിൽ അവർക്ക് കുറച്ചും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും. ഇപ്പൊ ഒരു സംഗതി എന്നും കഥ പറഞ്ഞു കൊടുക്കും, ഒരു ദിവസം മാത്രമല്ല. അപ്പൊ ഇന്നൊരു കഥ പറഞ്ഞു കൊടുത്തു, എന്നിട്ട് നമ്മൾ ഇതേപോലെ ചോദ്യങ്ങൾ ചോദിച്ച് കുട്ടീനോട് പറയാൻ ആവശ്യപ്പെട്ടു. കുട്ടി കഥ കേട്ടിട്ട് അതിങ്ങനെ ഓർത്തെടുത്ത് പറയാം. നാളെ ഇതുപോലെ തന്നെ ഇപ്പൊ സെയിം കഥ തന്നെ നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കാം, അതിനെ റിലേറ്റ് ചെയ്തിട്ട്. അപ്പൊ അവരാ പിന്നെ കേട്ട കഥകൾ അവരിങ്ങനെ ഓർത്തെടുത്ത് പറയും. ഇപ്പൊ ഒരു കാര്യം കേൾക്കുക, അതിങ്ങനെ ഓർത്തെടുത്ത് പറയുക, അത് അവർക്കതൊരു ശീലമായിട്ട് മാറും. ഇപ്പൊ സ്കൂളിൽ ചെല്ലുമ്പോഴും പുതിയൊരു കാര്യം കേൾക്കുമ്പോൾ അത് കേട്ടിട്ട് പിന്നെ അത് ഓർത്തെടുത്ത് പറയല്, അത് അവർക്ക് അത്ര ടാസ്ക് ആയിട്ട് തോന്നില്ല. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞു, കഥ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ നേരം പോക്കിനും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ കുട്ടികളെ ഓർക്കാൻ വേണ്ടിയിട്ട്, അവരെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ? അങ്ങനെ ഒരു വിനോദം എന്നുള്ള രീതിയിലാണ് നമ്മൾ കഥ പറയല്. പക്ഷെ അതിനപ്പുറത്തേക്ക് കുട്ടികളുടെ കാര്യം വരുമ്പോൾ കഥ ശരിക്കും ഒരു ചൈൽഡ്ഹുഡ് ലേണിംഗ് പ്രോസസ്സാണ്, അല്ലെ? നേരത്തെ ഞാൻ അത് പറഞ്ഞു. കഥയിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിൽ പെട്ട നമുക്ക് അക്ഷരങ്ങൾ പഠിപ്പിക്കാം. അത് അറബിക് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ഇംഗ്ലീഷ്, ഹിന്ദി, ഏതും അക്ഷരങ്ങൾ പഠിപ്പിക്കാം, ചിഹ്നങ്ങൾ പഠിപ്പിക്കാം, ഷെയ്ഡ്സ് പഠിപ്പിക്കാം, കളേഴ്സ് പഠിപ്പിക്കാം, നമ്പേഴ്സ് പഠിപ്പിക്കാം, ചെറിയ ഹിസ്റ്റോറിക്കൽ ഈവന്റ്സ് പഠിപ്പിക്കാം, അതല്ലെങ്കിൽ GK ക്വസ്റ്റ്യൻസ് പഠിപ്പിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കഥയിലൂടെ നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ സാധിക്കും. അപ്പൊ എന്റെ സ്കൂളിൽ ഞാൻ ചെയ്യുന്ന രീതിയുണ്ട്. അവിടെ എന്ന് പറയുന്നത് ഇന്റലക്ച്വലി ചാലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളാണ്. എല്ലാവരും എബോവ് 18 ആണ്. പക്ഷെ എബോവ് 18 ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ഒരു ക്രോണോളജിക്കൽ ഏജിനനുസരിച്ചിട്ടുള്ള ഒരു മെന്റൽ ഏജ് അവർക്കില്ല. 18 വയസ്സിന്റെ മേലെ ഉള്ളവരാണെങ്കിൽ പോലും 10, 12, 13 വയസ്സുള്ള ഒരു കുട്ടിയുടെ ബുദ്ധിയൊക്കെ അവർക്കുള്ളൂ. അവരുടെ പുവർ മെമ്മറിയാണ്, അതുപോലെ ലോ ഇന്റലിജൻസ് ആണ്, ഐ കോണ്ടാക്റ്റും അറ്റൻഷനും ഒക്കെ കുറവുള്ള കുട്ടികളാണ്. അപ്പൊ അവരെ ഒരു ചെറിയ കാര്യം പഠിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു ടാസ്ക് ആണ്. ഇപ്പൊ നിസ്സാരം ഒരു കുട്ടീനെ നമ്മൾ പേരെഴുതാൻ പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാസം, മിനിമം ഒരു മാസം എടുക്കും, മാക്സിമം 3 മാസം, അതിന്റെ അപ്പുറമൊക്കെ എടുക്കും. അത് ആ കുട്ടീന്റെ അതുവരെ ആർജിച്ച കറണ്ട് ലെവലിനനുസരിച്ച് അതുവരെയുള്ള സ്കില്ലുകളൊക്കെ ബേസ് ചെയ്തിട്ട് പഠിക്കാനുള്ള കഴിവിനൊക്കെ ആസ്പദമാക്കിയിട്ടാണ് നമ്മളത് എത്ര വേണമെന്ന് ഗോൾ സെറ്റ് ചെയ്യേണ്ടത് തീരുമാനിക്കുക. ആ ഒരു ഡ്യൂറേഷൻ നമ്മൾ ഫിക്സ് ചെയ്യാം. അപ്പൊ അത്രയും റിസ്ക് ആണ് ചെറിയൊരു കാര്യം പോലും പഠിപ്പിക്കാൻ. അങ്ങനെയുള്ള അവരെ ഞാന് കേരളത്തിലെ 14 ജില്ലകളുടെ പേര് പഠിപ്പിച്ചു വെറും 2 ആഴ്ച കൊണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാല്, നമ്മൾ രാവിലെ യോഗ ചെയ്യും സ്കൂളിൽ, അല്ലെങ്കിൽ എയറോബിക് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ണടച്ചിട്ട് ഇങ്ങനെ കുറച്ചു നേരം ധ്യാനത്തിലിരിക്കും. ഈ ധ്യാനത്തിലിരിക്കുന്ന സമയം ഞാൻ ശരിക്കും യൂട്ടിലൈസ് ചെയ്തു. ആദ്യം ഞാൻ ഇവരൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഇത് വർക്കൗട്ട് ആവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കി, ഞാനിങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ ഞാനും ഇവരൊക്കെ കണ്ണടച്ചിട്ടായിരിക്കുക. അപ്പൊ ഞാൻ പറയും, നമ്മൾ ഇന്നൊരു സ്ഥലത്ത് പോകാൻ പോവാണ്. എന്നിട്ട് പറയും, നമ്മൾ ഇന്ന് ബീച്ചിലാണ് പോകാൻ പോകുന്നത്. അപ്പൊ കടൽ തീരത്തെ കുറെ കാഴ്ചകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. കാറ്റ് ഇങ്ങനെ വീശുന്നുണ്ട്, നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ പാറുന്നുണ്ട് കാറ്റില്. കുറെ കുട്ടികൾ പോയിട്ട് കടൽ തീരത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഐശ്വരതി വിൽക്കുന്നവരുണ്ട്, ഉപ്പിലിട്ട് കുറെ സാധനങ്ങൾ വിൽക്കുന്നവരുണ്ട്, നമ്മൾ മണലിലൊക്കെ കുറെ നേരം കളിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും കടൽ തീരത്ത് പോയ പോലെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം
കണ്ണൊക്കെ തുറന്നിട്ട് ഞാൻ ചോദിക്കും നമ്മളിപ്പോ എവിടെയാ പോയത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവര് റിപ്പീറ്റ് ചെയ്ത് പറയും. കാരണം കണ്ണടച്ചുകൊണ്ട് കുറച്ചും കൂടി അവരുടെ അറ്റൻഷൻ എനിക്ക് കിട്ടും. അപ്പൊ അതിങ്ങനെ പല സ്ഥലങ്ങൾ ഓരോ ദിവസം ഞാൻ ഓരോ സ്ഥലത്ത് പോയി ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. കുറച്ചു നേരമായി കുറച്ച് ഉള്ള സംഗതി. ഇപ്പൊ കടൽ തീരത്ത് പോയ പോലെ ഒരു പാടവരമ്പത്തിലൂടെ നമ്മൾ നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു ഉത്സവത്തിന് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ സ്ഥലത്തൊക്കെ പോയതായിട്ട് ഇങ്ങനെ പറയും. അപ്പൊ ഇത് വർക്ക്ഔട്ട് ആവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ എന്താക്കി, ജില്ലകളുടെ പേര് അത് ഞാനൊന്ന് പറയാം. ശരി, ചുരുക്കിയിട്ടൊന്ന് പറയാം. അതായത് ഞാൻ ഇങ്ങനെ അതൊരു കഥയാക്കി ജില്ലകളുടെ പേര് വെച്ചിട്ട്. അതായത് നമ്മൾ എല്ലാവരും കൂടെ ഒരു എക്സ്കർഷന് പോവാണ്. നമ്മള് പിന്നെ തിരുവനന്തപുരത്ത് നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. അപ്പൊ നമ്മളെല്ലാവരും അതിരാവിലെ നേരം വെളുത്തിട്ടില്ല, ഒരു ഇരുട്ടുള്ള സമയം തന്നെയാ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മളെല്ലാവരും എണീറ്റിട്ട് എന്താക്കി, ഡ്രസ്സൊക്കെ ചെയ്ത് പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ ബാഗൊക്കെ പാക്കാക്കി നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ടൂറിസ്റ്റ് ബസ്സിൽ കയറി. അപ്പൊ നല്ല ഇരുട്ടാണ്. പിന്നെ എല്ലാവരും ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരികയാണ്, ഉറക്കച്ചടവൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ബസ്സിൽ ഇങ്ങനെ എല്ലാവരും ഇരുന്നു. അങ്ങനെ നമ്മൾ എവിടുന്ന യാത്ര തുടങ്ങുന്നത്? തിരുവനന്തപുരത്ത് നിന്നല്ലേ. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തുടങ്ങി. നമ്മൾ എന്താക്കി, കുറെ നേരം എല്ലാവരും ആ ഒരു ഉറക്കിന്റെ സ്ലീപ്പിംഗ് മൂഡിലായതുകൊണ്ട് എല്ലാവരും കിടന്ന് ഇങ്ങനെ ഉറങ്ങി. ഇങ്ങനെ നേരം വെളുക്കാൻ തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഇപ്പൊ എല്ലാവരും ഉണർന്നു. നമ്മൾ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് എന്താക്കി, എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയില്ലേ. അങ്ങനെ നമ്മൾ എന്താക്കി, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഒരു റെസ്റ്റോറന്റിന്റെ മുന്നിൽ വണ്ടി നിർത്തി. എവിടെയാണ് നമ്മൾ നിർത്തിയത്? കൊല്ലം ബ്രേക്ക്ഫാസ്റ്റ് കോർണർ. എവിടെയാണ്? കൊല്ലം ബ്രേക്ക്ഫാസ്റ്റ് കോർണർ. തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തുടങ്ങി കൊല്ലത്ത് നമ്മൾ വണ്ടി നിർത്തി. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പൊ അതിൽ നമ്മൾ എന്താണ്, ക്ലാസ്സിൽ കുറച്ച് വില്ലന്മാരെ വില്ലത്തികളുടെ ഒക്കെ പേരൊക്കെ വിളിച്ചിട്ട് അവരെ ചപ്പാത്തി കഴിച്ചു, ഇവര് പൂരി കഴിച്ചു, നൂൽപ്പെട്ട് കഴിച്ചു, ഇഡലി കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ കുറച്ചും കൂടി അവരെ നമുക്ക് എൻഗേജ്ഡ് ആക്കാൻ പറ്റും. കുറച്ചും കൂടി ഇൻട്രസ്റ്റിൽ അവര് കേട്ടിരിക്കും. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ എന്താക്കി, നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറി നമ്മൾ യാത്ര തുടർന്നു. അങ്ങനെ ഇങ്ങനെ പോകുമ്പോഴാണ് ഒരാൾ പറയുന്നത്, ക്ലാസ്സിൽ ഒരാളുടെ പേര് വിളിച്ചിട്ട് അയാൾ പറയുന്നത്, നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കാണുന്നുണ്ട്, നമുക്ക് ഇവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോ എടുത്താലോ എന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പൊ നമ്മൾ എല്ലാവരും ഇവിടെ ഇറങ്ങി ഫോട്ടോ എടുത്തു. ആ സ്ഥലത്തിന്റെ പേരാണ് പത്തനംതിട്ട. എന്തായിരുന്നു? പത്തനംതിട്ട. അങ്ങനെ നമ്മള് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തുടങ്ങി, കൊല്ലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പത്തനംതിട്ട ഇറങ്ങി ഫോട്ടോ എടുത്ത് വീണ്ടും വണ്ടിയിൽ കയറുന്നു. നല്ല പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്ത് നമ്മളങ്ങനെ അടിച്ചു പൊളിച്ചു പോവാം. അങ്ങനെ എന്ത് ചെയ്തു, പത്തനംതിട്ടയെ നമ്മള് ഫോട്ടോ ഒക്കെ എടുത്ത്, നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആലപ്പുഴയിൽ പോകണം, ഹൗസ് ബോട്ടിൽ കയറണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്താക്കി, ആലപ്പുഴയിൽ പോയി ഹൗസ് ബോട്ടിലൊക്കെ കുറെ നേരം യാത്ര ചെയ്ത് നമ്മൾ പരമാവധി അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഉച്ചയുടെ സമയമായി. അപ്പൊ പറഞ്ഞു, ഏതായാലും നമ്മൾ ഇവിടെ ഇല്ലേ നിൽക്കുന്നത്, നമുക്ക് സീ ഫുഡ് കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് ഞണ്ടും കൊഞ്ചും പിന്നെ കരിമീനൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് വയറ് നിറച്ച് വീണ്ടും എല്ലാവരും വണ്ടിയിൽ കയറി. സ്വാഭാവികമായിട്ട് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് എന്താണ്, വീണ്ടും ഒരു സ്ലീപ്പിംഗ് മൂഡിലെത്തി. എല്ലാവരും ഉറങ്ങി. അങ്ങനെ ഉറങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോ നമ്മൾ ഉണർന്നു ട്ടോ. അപ്പോ എല്ലാവർക്കും ഒരു വൈകുന്നേരമായില്ലേ, ഒരു ചായ കുടിക്കാനുള്ള ഒരു മൂടായി. അങ്ങനെ നമ്മള് ചെറിയൊരു ചായക്കടയുടെ മുന്നിൽ വണ്ടി നിർത്തി. അത് എവിടെയായിരുന്നു? കോട്ടയത്തായിരുന്നു. എവിടെയാണ്? കോട്ടയത്ത്. അങ്ങനെ കോട്ടയത്ത് ഇറങ്ങി നമ്മള് ചായ കുടിച്ചു, ചിലർ ഉന്നക്കായ കഴിച്ചു, പഴംപൊരി കഴിച്ചു, സമൂസ കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെ ഓരോരുത്തരുടെ പേരൊക്കെ വിളിച്ചിട്ട് നമ്മൾ അങ്ങനെ പറയും. എന്നിട്ട് എന്താക്കി, വൈകുന്നേരത്തെ ചായ കുടിച്ചിട്ട് നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറി. കോട്ടയത്ത് നിന്നാണ് ചായ കുടിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോ പിന്നെ നമ്മൾ പറയാണ്, ഒരാൾ പറഞ്ഞു, ഞാൻ ഇതുവരെ മൂന്നാർ പോയിട്ടില്ല, എനിക്ക് മൂന്നാർ കാണാൻ നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ എവിടെ പോയി? ഇടുക്കിയിൽ പോയി അല്ലേ. ഇടുക്കിയിൽ പോയി. അങ്ങനെ ചുറ്റും പച്ച വിരിച്ച് നിൽക്കുന്ന തേയിലത്തോട്ടങ്ങൾ കണ്ടു. തേയില എന്തിനാ ഉപയോഗിക്കുക? അതെ, ചായ ഉണ്ടാക്കാൻ അല്ലേ. അങ്ങനെ തേയില ഉണക്കി പൊടിച്ചിട്ടാണ് നമ്മൾ ചായപ്പൊടി നമുക്ക് കിട്ടുന്നത്. അങ്ങനെയുള്ള ഒരു ഫാക്ടറി അവിടെ ഉണ്ട്, ആ പ്രോസസ്സൊക്കെ നടക്കുന്നത്. അപ്പൊ നമ്മൾ മൂന്നാറിൽ പോയിട്ട് തേയില ഫാക്ടറി ഒക്കെ പോയിട്ട് കണ്ട് കുറെ പേര് ചായപ്പൊടിയൊക്കെ വാങ്ങിച്ച് വീണ്ടും നമ്മൾ എന്താക്കി, വണ്ടിയിൽ കയറി. അപ്പൊ നല്ല പാട്ടൊക്കെ വെച്ച് ഡാൻസ് ചെയ്ത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടുക്കിന്ന് ട്ടോ. അങ്ങനെ യാത്ര കയറി, പിന്നെ യാത്ര തുടരുകയാണ്. അപ്പോ ഒരാൾ പറഞ്ഞു, നമ്മൾ എന്തായാലും നമ്മൾ ടൂർ പോവാണ്, ഈ ടൂറിൽ എനിക്ക് എന്തായാലും ലുലുമാള് പോകണം, ഒരു പരിപാടി നടക്കില്ല, ലുലുമാള് കാണണം എന്ന് പറഞ്ഞ ഒരാൾ. വേറൊരാൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മെട്രോയിൽ കയറണം, ഞാൻ ഇതുവരെ മെട്രോ പോയിട്ടില്ല എന്ന് പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു, എനിക്ക് വാട്ടർ മെട്രോയിൽ കൂടെ കയറണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരാൾ പറഞ്ഞു, ഞാൻ ഇതുവരെ എയർപോർട്ട് കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞത്. അങ്ങനെ ഇതെല്ലാം കൂടെ ഉള്ള ഒരു സ്ഥലം. അപ്പൊ വേറൊരാൾക്ക് വേറൊരു മോഹം, വേറെ കുറെ പേര് പറഞ്ഞു, നമുക്ക് എന്താക്കി, നമുക്ക് വണ്ടർലയിൽ കൂടെ പോകണം എന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം കൂടെ ഉള്ള ഒരു സ്ഥലം ഉണ്ടല്ലോ, എവിടെയാ അത്? യെസ്, എറണാകുളം അല്ലെ. അങ്ങനെ നമ്മൾ എറണാകുളത്ത് പോയി പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കറങ്ങി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അത്യാവശ്യം ടയർഡായി നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറി യാത്ര തുടരാൻ.
അപ്പോഴാണ് ഒരു കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഒരു ഫോൺ കോൾ വരുന്നത്. നിങ്ങൾ എന്തായാലും കറങ്ങാൻ പോവല്ലേ, തൊട്ടടുത്ത് പൂരം നടക്കുന്നുണ്ട്. എവിടെയാ? കേരളത്തിലെ ഏറ്റവും വലിയ പൂരം നടക്കുന്നത് എവിടെയാ? അതെ, തൃശ്ശൂരല്ലേ. അങ്ങനെ നമ്മള് പൂരം കാണാനായിട്ട് തൃശ്ശൂർ പോയി. നിറയെ നെറ്റിപ്പട്ടം ചൂടി നിരന്ന് നിൽക്കുന്ന മുത്തുക്കുട ചൂടി നിൽക്കുന്ന ആനകളെയും കണ്ടു, ചെണ്ടമേളം കണ്ടു, അതുപോലെ എന്താണ് വെടിക്കെട്ട് കണ്ടു. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കണ്ടു. നമ്മൾ പൂരം ശരിക്കും നമ്മള് കൺകുളിർക്കെ കണ്ടു അല്ലെ. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും വണ്ടിയിൽ കയറി ഇങ്ങനെ യാത്ര തുടങ്ങി. അപ്പോ ഒരു ടീച്ചർ പറഞ്ഞു, നമുക്കേ എന്തായാലും നമ്മള് തൃശ്ശൂർ കഴിഞ്ഞില്ല, നമുക്ക് ഇനി മലമ്പുഴ ഫാന്റസി പാർക്കിൽ പോയാലോ എന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ എങ്ങോട്ട് പോയി? കരിമ്പനകളുടെ സ്വന്തം നാടായ പാലക്കാട്ടിലേക്ക് പോയി. പാലക്കാട് പോയി മലമ്പുഴ ചെന്ന് നമ്മൾ എന്താക്കി, ഫാന്റസി പാർക്കിലൊക്കെ കയറി എല്ലാ റൈഡിലും കയറി ഇറങ്ങി വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ കുറെ ദൂരം പോയപ്പോ നമ്മൾ എവിടെ എത്തി? അതെ, നമ്മുടെ സ്വന്തം ജില്ലയായ മലപ്പുറത്തെത്തി. മലപ്പുറത്ത് ലോക പ്രശസ്തമായ ഒരു സംഗതി ഉണ്ടല്ലോ. എന്താ അത്? ആ, തേക്ക് മ്യൂസിയം അല്ലെ. അങ്ങനെ നമ്മൾ തേക്ക് മ്യൂസിയത്തിൽ പോയി, ആഢ്യംപാറ വെള്ളച്ചാട്ടം കണ്ടു, കക്കാടംപൊയിൽ വന്നു, കൊട്ടക്കുന്ന് പോയി. അങ്ങനെ ഇവിടെയുള്ള ഒരുപാട് സംഗതികൾ, മലപ്പുറത്തുള്ള ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസിൽ നമ്മൾ വിസിറ്റ് ചെയ്തു. എന്നിട്ട് വീണ്ടും വണ്ടി കയറി നമ്മൾ ഇങ്ങനെ യാത്ര തുടങ്ങും. അപ്പോഴാണ് ഒരു കള്ളത്തി പറയുന്നത്, എനിക്ക് ഹൽവ കഴിക്കാൻ കൊതിയായി എന്ന് പറയുന്നത്. പേര് കേട്ടൊരു ഹൽവ ഉണ്ടല്ലോ, അതെവിടെയാ? അതെ, കോഴിക്കോട് അല്ലെ. അങ്ങനെ കോഴിക്കോട് ഹൽവ കഴിക്കാനായിട്ട് നമ്മൾ കോഴിക്കോട് പോയി. പിന്നെന്താക്കി നമ്മള്? കോഴിക്കോട് പോയി നമ്മൾ ഉറപ്പായിട്ടും അവിടെ പോവും, ബീച്ചിൽ പോവൂലേ. അങ്ങനെ ബീച്ചിൽ പോയി കുറെ പട്ടം പറത്തി നടക്കുന്ന കുട്ടികളെ കണ്ടു. ഉപ്പിലിട്ട് നാരങ്ങ, നെല്ലിക്ക, പേരക്ക, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കണ്ടു. നമ്മളതെല്ലാം വാങ്ങിച്ച് കഴിച്ചു. അങ്ങനെ കടൽ തീരത്ത് കുറെ കാഴ്ചകളൊക്കെ കണ്ട് കുറെ നേരം അവിടെ കളിച്ച് നമ്മൾ വീണ്ടും വണ്ടി കയറി. അപ്പൊ ഒരാള് പറഞ്ഞു, എനിക്ക് ചുരം കയറാൻ നല്ല ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ ചുരം കയറി നമ്മൾ എവിടെ എത്തി? ചുരം കയറി നമ്മള് വയനാട് എത്തി അല്ലെ. വയനാട് എത്തി നമ്മൾ കുറുവാദ്വീപ് കണ്ടു, തുഷാരഗിരി വെള്ളച്ചാട്ടം കണ്ടു, ഗ്ലാസ് ബ്രിഡ്ജിലൂടെ പോയി. നമ്മൾ അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തു, ക്യാമ്പ് ഫയർ ഒക്കെ നടത്തി, അടിപൊളിയായി. അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ടീച്ചർ പറയുന്നത്, നമുക്ക് എങ്ങോട്ട് പോകണം ഇനി? വയനാട്ടിൽ നമുക്ക് അറക്കൽ മ്യൂസിയം കാണാൻ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കണ്ണൂർ പോയി, അറക്കൽ മ്യൂസിയം കണ്ടു, മുഴപ്പിലങ്ങാടി ബീച്ച് കണ്ടു, തലശ്ശേരി ബിരിയാണി കഴിച്ചു. അങ്ങനെ കണ്ണൂരിൽ നിന്ന് നമ്മൾ നേരെ എങ്ങോട്ട് പോയി? അതെ, എൻഡിലോട്ട് ലാസ്റ്റ് എങ്ങോട്ട് പോയി? കാസർഗോട്ടിലോട്ട് പോയി അല്ലെ. റാണിപുരത്ത് പോയി, ബേക്കൽ കോട്ട കണ്ടു. അവിടെയുള്ള ഒരുപാട് മനോഹരങ്ങളായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ട് നമ്മൾ യാത്ര തിരിച്ചു. ഇതിങ്ങനെ ഞാൻ 2 ആഴ്ച പറഞ്ഞു, ഫുള്ളായിട്ട് സ്റ്റോറി. അതിനുശേഷം എന്താക്കി? പിന്നെ സ്റ്റോറി പറയാണ്ടായി. പിന്നെ ഞാൻ ഹിന്റ് മാത്രം കൊടുക്കും. നമ്മൾ എവിടുന്ന യാത്ര തുടങ്ങിയത്? അപ്പൊ അവര് പറയും തിരുവനന്തപുരം. എവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു? അപ്പൊ അവര് പറയും കൊല്ലം. എവിടുന്ന ഫോട്ടോ എടുത്തത്? അപ്പൊ പറയും പത്തനംതിട്ട. ഇങ്ങനെ ഇങ്ങനെ ഹിന്റ് മാത്രം കൊടുത്ത് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ അവര് കറക്റ്റ് പേര് പറഞ്ഞു. അതൊരാഴ്ച പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, പിന്നെ ഓരോരുത്തരെ കൊണ്ട് ജില്ലകളുടെ പേര് പറയിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ അവരിങ്ങനെ ഓർത്തെടുത്ത് പറയുന്നുണ്ട്. സ്റ്റോറി ആണല്ലോ പറഞ്ഞെടുത്തത്. അപ്പൊ സ്റ്റോറി ഇങ്ങനെ ഓർത്തോർത്ത് ജില്ലകളുടെ പേര് മുഴുവൻ പറയുന്നത്. അപ്പൊ എവിടെയെങ്കിലും സ്റ്റക്ക് ആവുമ്പോൾ ഞാൻ ആ സ്ഥലമായിട്ട് കണക്ട് ചെയ്ത സംഗതി പറഞ്ഞു കൊടുക്കും. അപ്പൊ ഉടനെ അതിന്റെ പേരും പറയുന്നുണ്ട്. സത്യം പറഞ്ഞ ക്ലാസ്സിൽ അധികം ഒന്നും അങ്ങനെ പെർഫോം ചെയ്യാത്ത കുട്ടികൾ വരെ കഥയാക്കി പറഞ്ഞു കൊടുത്തപ്പോ പെട്ടെന്ന് ജില്ലകളുടെ പേര് പഠിച്ചു. നമ്മളൊക്കെ എങ്ങനെയാ ജില്ലകളുടെ പേര് പഠിച്ചത്? ചാർട്ടിൽ ടീച്ചർ എഴുതി തരുന്നു, നമ്മളത് വീട്ടിൽ പോയിട്ട് പഠിക്കുന്നു, അതിങ്ങനെ കുറെ തവണ റിപ്പീറ്റ് ആയിട്ട് ചൊല്ലുന്നു, പിറ്റേ ദിവസം വരുന്നു. സ്വാഭാവികമായിട്ട് ഓർമ്മശക്തി ഉള്ള കുട്ടികൾ അത് വിളിച്ചു പറയുന്നു, ടീച്ചർക്ക് സന്തോഷമാവുന്നു. ഓർമ്മശക്തി കുറച്ച് പിന്നിലുള്ളവര് ഉത്തരം കിട്ടൂല, ഒരു പഠിക്കാത്തവരായി, ഒന്നിനും കൊള്ളാത്തവരായി, ടീച്ചർ ആകെ സ്ട്രെസ്സിലായി, ടീച്ചർക്ക് ദേഷ്യം വരുന്നു. ഈ രീതിയിലാണ്. പക്ഷെ നമ്മൾ കഥയാക്കി പറഞ്ഞു കൊടുത്താൽ ടീച്ചർക്കും സ്ട്രെസ് ഇല്ല, കുട്ടികൾക്കും സ്ട്രെസ് ഇല്ല, പാരന്റ്സിനും സ്ട്രെസ് ഇല്ല. എഫേർട്ട് കുറവാണ് ടീച്ചർക്ക്, റിസൾട്ട് കൂടുതൽ ഉണ്ടാക്കുകയും ചെയ്യും ഇല്ലേ. അപ്പൊ ഈ രീതിയിൽ ഓരോ സംഗതികൾ നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമ്മൾ കഥകൾ ഉണ്ടാക്കിയാൽ മതി. ഇപ്പൊ ബേസിക് ഷെയ്പ്സ് ഒക്കെ, ചതുരം, ത്രികോണം, വൃത്തമൊക്കെ നമുക്ക് പഠിപ്പിക്കാം. എന്താണ് റസീന മാം മെസ്സേജ് അയക്കുന്നത്? പിന്നെ അങ്ങനെ നമുക്ക് ബേസിക് ഷേപ്സ് ഒക്കെ പഠിപ്പിച്ചെടുക്കാം. അപ്പൊ ഒരു ചതുരം ഉണ്ടായിരുന്നു, ഇത് ഞാൻ വെറുതെ ഉണ്ടാക്കുന്ന സ്റ്റോറി. അപ്പൊ ആ ചതുരത്തിൽ നമ്മൾ കണ്ണും മൂക്കൊക്കെ വരച്ചെടുക്കാം. ചതുരം ഇങ്ങനെ വിഷമിച്ച് പാവം പിടിച്ചിരിക്കുകയായിരുന്നു, ആരുമില്ല, ഫ്രണ്ട്സ് ആരുമില്ല. അപ്പൊ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് 3 മൂലയുള്ള ഒരാൾ അപ്പുറത്തിരിക്കുന്നത് കണ്ടു. ചോദിച്ചു, നിന്റെ പേരെന്താ ചങ്ങായി ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്റെ പേര് ത്രികോണാണ്, ഞാൻ ഇപ്പൊ ഇങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. എന്നാ ഈ എന്തിനാ ഒറ്റപ്പെടുന്നത്? എനിക്കും ഫ്രണ്ട്സ് ഇല്ലടോ, എന്നാ നമുക്ക് ഫ്രണ്ട്സ് ആവാന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടാളും കൂടെ ഫ്രണ്ട്സ് ആയി. അങ്ങനെ ചതുരം എന്താക്കി, ത്രികോണത്തിനെടുത്ത് തലയിൽ വെച്ചു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പോവാണ്. അപ്പോഴാണ് പപ്പട പോലെ ഒരാള് നിലത്ത് കിടക്കുന്നത് കണ്ടത്. ചോദിച്ചു, അല്ല ഇതാരാണ്, നമ്മൾ ഇതുവരെ കാണാത്തൊരു കക്ഷി, പേരെന്താന്ന് ചോദിച്ചു.
എന്റെ പേര് വൃത്താണ്, ഞാനിവിടെ എനിക്ക് ആരും കളിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവര് രണ്ടാളും എന്താ പിന്നെ നീ എന്തിനാ ഒറ്റയ്ക്ക് നിൽക്കാം, ഞങ്ങളുടെ കൂടെ കുടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ എന്താക്കി, ഈ വൃത്തത്തിനെ എടുത്തിട്ട് ചതുരത്തിന്റെ മേലെ വെച്ചു. അപ്പൊ എങ്ങനെ കിട്ടി, ഇങ്ങനെ ത്രികോണം, അതിന് താഴെ ഇങ്ങനെ ചതുരം, അതിന്റെ മേലെ വൃത്തം. ഇപ്പൊ ഒരു മൂന്നും കൂടെ ചേർന്ന് നിന്നപ്പോ എന്തായി, ഒരു വീടായി അല്ലേ. അങ്ങനെ നമ്മൾ ചേർന്ന് നിന്നാൽ നമുക്ക് പലതുമായി മാറാൻ പറ്റുന്നൊക്കെ ഒരു മോറലും കൂടെ ഒക്കെ അങ്ങ് തട്ടിയിടാം. അപ്പൊ മോറലും പഠിപ്പിക്കലായി, ഷെയ്പ്സും പഠിപ്പിക്കലായി. അങ്ങനെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് നമുക്ക് നമ്പേഴ്സ് പഠിപ്പിക്കാം, ലെറ്റേഴ്സ് പഠിപ്പിക്കാം, ആ ചെറിയ സംഗതി എന്താ പറയാ ഹിസ്റ്റോറിക്കൽ ഈവെന്റ്സ്, GK ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ ഒരുപാട് സംഗതികൾ നമുക്ക് കഥയിലൂടെ പഠിപ്പിക്കാം. നമ്മുടെ എഫേർട്ട് കുറയും, റിസൾട്ട് കിട്ടുകയും ചെയ്യും, നമ്മളും കുട്ടികളൊക്കെ സ്ട്രെസ് ഫ്രീ ആവുകയും ചെയ്യും. അപ്പൊ പറഞ്ഞു വന്നത് കഥ എന്ന് പറയുന്നത് ഒരു ലേണിംഗ് പ്രോസസ് ആണ്. അതുപോലെ കുട്ടികളുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് കഥ പറയുക എന്ന് പറയുമ്പോൾ. അപ്പൊ നമ്മൾ ഇപ്പൊ കാർട്ടൂൺ, TV-യിൽ കാർട്ടൂൺ വെച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സിൽ നമ്മൾ എന്തെങ്കിലും സ്റ്റോറിയൊക്കെ അവർക്ക് വെച്ചു കൊടുത്തു. പക്ഷെ അതുകൊണ്ട് ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റിക്കൊന്നും അവിടെ സ്പേസ് കിട്ടുന്നില്ല. കാരണം അവരുടെ മുമ്പിൽ വിഷ്വൽ ഉണ്ടല്ലോ, പിന്നെ അവർക്ക് പ്രത്യേകിച്ച് ഇമാജിൻ ചെയ്യേണ്ടുന്ന ഒരു ആവശ്യം അവിടെ വരുന്നില്ല. മറിച്ച് നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുകയാണെങ്കിലോ, നമ്മുടെ വേർഡ്സിലൂടെയാണ് അവരിങ്ങനെ ട്രാവൽ ചെയ്യുന്നത് അല്ലെ. നമ്മൾ പറയാണ് ഒരു മരുഭൂമിയിലൂടെ ഒരു ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യാണെന്ന് പറയുമ്പോൾ കുട്ടി എന്തൊക്കെ മനസ്സിൽ വിചാരിക്കണം, നല്ല പൊരി വെയില്, നട്ടുച്ച സമയത്ത് ചുറ്റും എവിടെ നോക്കിയാലും ഒരറ്റം കിട്ടാത്ത മണൽപ്പരപ്പ്, അതിന്റെ പിന്നെ അതിലൂടെ ഒരാള്, എവിടെ ഒരു മരവും കാര്യങ്ങളും ഒന്നുമില്ല, ചുറ്റും മണല്, അതിലൂടെ ഒരു ഒട്ടകം ഇങ്ങനെ പോവുക, ഒട്ടകത്തിന്റെ മേലെ തലപ്പാവൊക്കെ ചുറ്റി ഒരു മങ്ങിയ കളറുള്ള ലോങ് ജുബയൊക്കെ ഇട്ട് എന്താ പറയാ ജട പിടിച്ചിരിക്കുന്ന താടിയും മുടിയൊക്കെ ആയിട്ട് ഒരാൾ ഇങ്ങനെ യാത്ര ചെയ്യാം. അങ്ങനെ സങ്കല്പിച്ചൂടെ. ഇനി നമ്മൾ പറയാണ്, നമ്മൾ നിറയെ മഞ്ഞുള്ള സ്ഥലത്തിലൂടെ ഇങ്ങനെ പോവുകയാണെന്ന് പറയുമ്പോൾ കുട്ടി എന്തൊക്കെ കാണും, ചുറ്റും ഐസ്ക്രീം വിതറിയ പോലെ ഇങ്ങനെ മഞ്ഞ് കിടക്കുന്ന കാണണം, മരങ്ങളിലൊന്നും ഇലകളില്ല, അവിടെയൊക്കെ മഞ്ഞ് പൊതിഞ്ഞു നിൽക്കുക, വീടുകളുടെ മേൽക്കൂരകൾ മൊത്തം മഞ്ഞ് പൊതിഞ്ഞു നിൽക്കുക, വഴികളിൽ മഞ്ഞിങ്ങനെ ബ്ലോക്ക് ആക്കി കിടക്കുന്നത്, അവരുടെ ഡ്രസ്സിങ്ങോ ഫുൾ പിന്നെ ഗ്ലൗസും പിന്നെ ഹാറ്റും അതുപോലെ ഫുൾ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്, അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ആൾക്കാർ, ആ രീതിയിൽ കുട്ടി കാണാൻ പറ്റണം. അതായത് നമ്മൾ പറയാം ഒരു ഗ്രാമപ്രദേശമാണെന്ന് പറയുമ്പോൾ എന്ത് വേണം, കുട്ടിക്ക് ഒരു ഭക്തിഗാനമൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു അമ്പലം, അതിന് തൊട്ടപ്പുറത്ത് ഒരു ആൽമരം, ആൽത്തറയിൽ ഇരുന്ന് വർത്തമാനം പറയുന്ന നിഷ്കളങ്കരായിട്ടുള്ള നാട്ടുമ്പുറത്തുകാര്, അമ്പലത്തിന്റെ ബാക്ക് സൈഡിൽ ഒരു മലനിരകള്, ആ മലനിരയുടെ താഴ്വാരത്തൂടെ പച്ച വിരിച്ച് നടക്കുന്ന നെൽപ്പാടം, അതിന് തൊട്ടടുത്തൂടെ ഇങ്ങനെ ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴ, ഇങ്ങനെയൊക്കെ അവർക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റണം. അപ്പൊ നമ്മൾ എത്രത്തോളം വെറൈറ്റി കഥകൾ പറഞ്ഞെടുക്കുന്നു, അത്രത്തോളം അവരുടെ സാങ്കല്പിക ലോകം വലുതാവും. ഇതിനനുസരിച്ച് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി വലുതാവും. ഇപ്പൊ എന്റെ മോള് എനിക്ക് തോന്നുന്നു ഒരു 4 വയസ്സുള്ളപ്പോഴാ തോന്നുന്നു, 3-4 വയസ്സുള്ള സമയത്ത് ആള് കുറച്ചൊക്കെ വരയ്ക്കുന്ന കൂട്ടത്തിലാണ്. അപ്പൊ അവള് എന്റെ പ്രതീക്ഷയെക്കാളും നന്നായിട്ട് അവള് വരച്ചൊരു ചിത്രം. അപ്പൊ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല, ഈ പ്രായത്തിൽ അവൾ ഇങ്ങനെ വരയ്ക്കും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, കുട്ടി ഇത് എവിടെ നോക്കിയിട്ട് വരച്ചതാന്ന് ചോദിച്ചു. അപ്പൊ എന്റെ അടുത്ത്, ഞാൻ കണ്ടിട്ടില്ല, വീട്ടിൽ എവിടെയാണെന്നൊക്കെ ചിത്രം കണ്ടിട്ടില്ല, മൊബൈലിലും അവര് കാണുന്നത് അങ്ങനെ ഉള്ളൊരു ചിത്രം ആ സമയത്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ചോദിച്ചു എവിടെ നോക്കി വരച്ചതാന്ന് വെച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാനിത് നോക്കി വരച്ചതല്ല, പക്ഷെ ഞാൻ വരയ്ക്കുമ്പോ എന്റെ കണ്ണിൽ ഇങ്ങനെ വരികയാണ് ചിത്രം, അങ്ങനെ വരച്ചതാ, കണ്ണിൽ നോക്കിയിട്ട് വരച്ചതാണ് ഞാനെന്ന് പറഞ്ഞു. സംഗതി ആള് ഭാവനയാണ്, ഭാവനയാണെന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞു ഈ കണ്ണിൽ ഇങ്ങനെ വന്ന് കാണുന്നില്ലേ, അതിനെയാണ് നമ്മൾ ഭാവന എന്ന് പറയാം. നമുക്ക് നല്ല ഭാവന ഉള്ളതുകൊണ്ടാണ് ഈ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മളെ എത്രത്തോളം നമ്മുടെ സാങ്കല്പിക ലോകം വലുതാകുന്നു, അത്രത്തോളം കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി വലുതായിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ചരിത്രപരമായിട്ടുള്ള കഥകൾ, അതല്ലെങ്കിൽ എന്താണ് പിന്നെ പുരാണപരമായിട്ടുള്ള കഥകൾ, അല്ലെങ്കിൽ ചരിത്രം തന്നെയും കഥകളാക്കിയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ നമ്മുടെ കൾച്ചറിനെ കുറിച്ച്, നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ച്, ചരിത്രത്തെക്കുറിച്ചൊക്കെ ഒരു ഇൻഫർമേഷൻസ് കൂടെ ആ കഥയിലൂടെ കിട്ടും. മാത്രല്ല പിന്നെ ഇപ്പൊ നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുകയാണ്, ഫോർ എക്സാമ്പിൾ അന്ന് ജീവിച്ചിരുന്ന ആൾക്കാരുടെ, ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ അന്ന് ജീവിച്ചിരുന്ന ആൾക്കാരുടെ ജീവിത രീതി, വസ്ത്രധാരണം, ഭക്ഷണം, അവരുടെ ഭാഷയിലുണ്ടായ വ്യത്യാസം, അന്നത്തെ കലകള്, സംസ്കാരം, പിന്നെ ആചാരങ്ങള്, അന്നത്തെ ശിക്ഷാരീതികള്, അങ്ങനെ എൻറ്റയർലി ഡിഫറെന്റ് ആയ അവരുടെ എന്താ പറയാ പണമിടപാട്, അവരുടെ തൊഴില്, കൃഷി, അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ ഒരുപാട് സംഗതികൾ എന്താണ് കഥയിലൂടെ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മള് ബാർട്ടർ സിസ്റ്റം പഠിപ്പിച്ചു കൊടുക്കാന്ന് വിചാരിക്കുക. അപ്പൊ എന്റെ മോക്കൊന്ന് ചെറിയ മക്കളാണ്,
2ാം ക്ലാസ്സിൽ. അപ്പൊ ഞാൻ ഈ വെറുതെ ഒരു കൗതുകത്തിന് ബാർട്ടർ സിസ്റ്റം പറഞ്ഞു കൊടുത്തു. അപ്പൊ എങ്ങനെ പറഞ്ഞിട്ടും അത് മനസ്സിലാവുന്നില്ല. സംഗതി മനസ്സിലാവാത്തോണ്ടല്ല, ഇതിങ്ങോട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെ? നമ്മളൊക്കെ കുറച്ചു കാലം മുമ്പാണെങ്കിൽ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത്, ലിക്വിഡ് മണി കൊടുത്തിട്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ അതുപോലെ ഉപയോഗിക്കുന്നില്ല. ഒന്നുകിൽ ATM കാർഡ് എടുക്കുന്നു, അല്ലെങ്കിൽ ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നിറവേറ്റി പോകുന്നത്. പക്ഷെ ഇത് പൈസേന്റെ ഒന്നുമില്ല. അപ്പൊ നമ്മുടെ കയ്യിൽ ചക്കയാണുള്ളതെങ്കിൽ ആ ചക്ക കൊടുത്തിട്ട് നെല്ല് വാങ്ങുക. ഇതെങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞിട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ അത്രയും നമ്മള് ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സംഗതികൾ പണ്ട് നടന്നിട്ടുണ്ട് അല്ലെ? പണ്ടത്തെ ശിക്ഷാരീതികൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തിളച്ചെണ്ണയിൽ കൈമുക്കുക അല്ലെ? അതില് എന്തായാലും കൊള്ളൂലേ? കൊള്ളിയാല് കുറ്റവാളി, കൊള്ളിയിട്ടില്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അതുപോലെ മുതലയുള്ള കുളത്തിലേക്ക് ആൾക്കാരെ ഇടുക, മുതല കടിച്ചാല് കുറ്റവാളി അല്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല അപ്പോ. പക്ഷെ അതൊക്കെ ശരിക്കും നടന്ന കാര്യങ്ങളല്ലേ? അതുപോലെ സതീ സമ്പ്രദായം അല്ലെ? അപ്പൊ നമുക്ക് ഭർത്താവ് മരിക്കുകയാണ്, ആ ചിതയിലോട്ട് ഭാര്യ ചാടി ജീവൻ എടുക്കണം എന്നുള്ളൊരു സിസ്റ്റാണിത്. അപ്പൊ അത് എങ്ങനെയാ? ഒരു മാനവികത ഇല്ലാത്തൊരു സിസ്റ്റം അല്ലെ? ഒരു ജീവനുള്ള ഒരു മനുഷ്യനോടാണ്, നമ്മളെ പോലെ മിടിക്കുന്ന ഒരു ഹൃദയമുള്ള, രക്തമുള്ള, മജ്ജയും മാംസമൊക്കെ ഉള്ള ഒരു മനുഷ്യനോടാണ് തീയിലേക്ക് എടുത്ത് ചാടാൻ പറയുന്നത്, അല്ലെങ്കിൽ അയാളെടുത്ത് തീയിലോട്ട് ഇടുന്നത്. അല്ലാത്തൊരു ആചാരങ്ങളാണ് അതൊക്കെ. അപ്പൊ ഇതൊന്നും കുട്ടികൾക്ക് ഭയങ്കര കൗതുകമായിരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ. മാത്രല്ല, നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട്, നമ്മളിത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു കഥ പറയുന്ന പോലെ അല്ലെ, ഒരു ഇമോഷണൽ ടച്ചിലാണ്. കഥയിൽ എപ്പോഴും ഒരു ഇമോഷൻ ഉണ്ടല്ലോ, ഇമോഷണൽ ടച്ചിലാണ് നമ്മളിത് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ സാധാരണ സ്കൂളുകളിൽ എങ്ങനെയാ സതീ സമ്പ്രദായം പഠിപ്പിക്കാം? എങ്ങനെയാ നമ്മൾ പഠിപ്പിക്കാം? ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ ചിതയിലോട്ട് എടുത്ത് ചാടുന്നു. ഈ സമ്പ്രദായമാണ് സതീ സമ്പ്രദായം എന്ന് പറയുന്നത്. ഇന്ന വർഷമാണ് നിർത്തലാക്കിയത്. രാജാറാം മോഹൻ റോയ് എന്ന് പറഞ്ഞ ഒരാൾ ഇടപെട്ടപ്പോഴാണ് അത്, അയാളുടെ നേതൃത്വത്തിലാണ് സംഗതി നിർത്തലാക്കിയതെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഇത്രയും വായിച്ച് ബുക്കിൽ നോക്കി വായിക്കും, എന്നിട്ട് അടുത്ത സമ്പ്രദായം വയ്ക്കും. ഇങ്ങനെയാണ് നമ്മളൊക്കെ സോഷ്യൽ സയൻസ് പഠിപ്പിച്ചത്. സ്വാഭാവികമായിട്ട് നമ്മളിത് വീട്ടിൽ വന്നിട്ട് റിപ്പീറ്റ് ചെയ്ത് വായിക്കുകയാണ്. അത് ഓർമ്മശക്തി ഉള്ളവര് എക്സാമിന് പാസ്സാകുന്നു, അല്ലാത്തവർക്ക് അത്രയും പെർഫോം ചെയ്യാൻ കഴിയാതെ വരുന്നു. പക്ഷെ ഈ ടീച്ചർ തന്നെ ഈ സംഗതി ഒരു ഇമോഷണൽ ടച്ചിൽ, ഒരു കഥ പോലെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ഇമോഷണൽ ടച്ചിൽ, നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ? അപ്പോ ഈ ഭർത്താവ് മരിക്കുമ്പോ ഭാര്യയെ ജീവനോട് ചിതയിലോട്ട് എടുത്തിടുന്ന ഒരു സമ്പ്രദായമൊക്കെ നമ്മുടെ നാട്ടിൽ നിലനിന്നിട്ടുണ്ട്. ഒട്ടും മാനവികതയില്ലാത്തൊരു സമ്പ്രദായം അല്ലെ? നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കൈവിരലിൽ പൊള്ളുമ്പോൾ പോലും നമുക്കത് താങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു സമയത്ത് ഒരു മനുഷ്യനെ, ജീവനുള്ള ഒരു മനുഷ്യനെ, രക്തവും മജ്ജയും മാംസമൊക്കെ ഉള്ള ഒരു മനുഷ്യനെ ഒരു തീയിലോട്ട് എറിയണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതൊക്കെ പറയുമ്പോ കുട്ടികൾ എന്താണ്, ശരിക്കും കുട്ടികൾക്ക് അത് ഫീൽ ചെയ്യും. മറ്റത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കിട്ടുക, അങ്ങനെ വായിച്ചു പോയത്. പക്ഷെ ഇത് കഥയാക്കി പറയുമ്പോൾ ശരിക്കും കുട്ടികളത് ഫീൽ ചെയ്യും, കുട്ടികളത് മറക്കൂല. വീട്ടിൽ നിന്ന് ഈ കഥ കേട്ടിട്ടുണ്ടെങ്കിലോ പിന്നെ കുട്ടികൾക്ക് കുറച്ചും കൂടി എളുപ്പമായി. പിന്നെ അവിടെ അവർക്ക് ആകെ പഠിക്കേണ്ടി വരുന്നത് രാജാറാം മോഹൻ റോയ് എന്ന് പറഞ്ഞ പേരും അതല്ലെങ്കിൽ ഈ വർഷം. അപ്പൊ തന്നെ എന്താണ്, ടീച്ചർ ജസ്റ്റ് വായിച്ചു പോയിട്ട് ഇങ്ങനെ പറയാം, ഇത് നിർത്തലാക്കിയത് രാജാറാം മോഹൻ റോയ് ആണെന്ന് പറയുമ്പോൾ രാജാറാം മോഹൻ റോയ് ജസ്റ്റ് ആ ഒരു ചെറിയ പിക്ചറിൽ ഒതുങ്ങുന്ന ഒരു ഉണക്ക രാജാറാം മോഹൻ റോയ് ആയിരിക്കും. പക്ഷെ നമ്മളിതൊരു കഥ പോലെ ഇങ്ങനെ പറഞ്ഞു കൊടുത്താല്, എന്നിട്ട് ഇങ്ങനെ പറയാം രാജാറാം മോഹൻ റോയ് എന്ന് പറഞ്ഞ ഒരു നവോത്ഥാന നായകൻ ഇടപെട്ടത് കൊണ്ടാണ് സമ്പ്രദായങ്ങളൊക്കെ നിർത്തലാക്കി എന്ന് പറയുമ്പോൾ, പല മമ്മൂട്ടിയോ മോഹൻലാലോ പ്രഭാസോ ഒക്കെ ഇങ്ങനെ വരുന്ന BGM ഒക്കെ ഇട്ടിട്ട് ആ ഒരു രീതിയിലൊരു നായക പരിവേഷം ഉണ്ടാവും രാജാറാം മോഹൻ റോയ്ക്ക്. അതുകൊണ്ട് തന്നെ അവർ ആ പേര് മറക്കില്ല. അങ്ങനെ കഥകൾക്ക് വല്ലാത്തൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയും. പെട്ടെന്ന് കഥകളിലൂടെ പല കാര്യങ്ങളും കുട്ടികളെ നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ചരിത്രപരമായിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞാൽ അത് അവരുടെ ചരിത്രാവബോധം അല്ലെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും. മാത്രമല്ല സ്കൂളുകളിലൊക്കെ എത്തുമ്പോൾ അവരുടെ പഠനം കുറച്ചുകൂടെ ഈസി ആക്കും. കാരണം ഞാൻ കേട്ട സംഗതിയാണല്ലോ, അപ്പൊ അന്ന് ഉമ്മ പറഞ്ഞൊന്നും തള്ളല്ലായിരുന്നു അല്ലെ, ഇതൊക്കെ ഉള്ളത് തന്നെയാ അല്ലെ, ഇതൊക്കെ പറഞ്ഞിട്ട് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആവും അത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്തരത്തിലുള്ള കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ മോറൽ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക. സ്വാഭാവികമായിട്ട് മോറൽ സ്റ്റോറി എന്ന് പറയുമ്പോൾ അത് മോറൽ ഓഫ് ദി സ്റ്റോറി എന്ന് പറഞ്ഞ ലാസ്റ്റ് നമ്മൾ പറയാനുണ്ടാവും. ആ കഥയിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഈ കഥാപാത്രങ്ങൾക്ക് കുറച്ച് പ്രത്യേകതകൾ ഉണ്ടാവും അത്തരം കഥയില്. ഈ കഥാപാത്രങ്ങള് സത്യസന്ധരായിരിക്കും, സ്നേഹമുള്ളവരായിരിക്കും, നന്മയുള്ളവരായിരിക്കും, ക്ഷമയുള്ളവരായിരിക്കും, ഇച്ഛാശക്തി ഉള്ളവരായിരിക്കും, ആത്മവിശ്വാസവും ആത്മധൈര്യം ഉള്ളവരായിരിക്കും. അങ്ങനെ ഒരുപാട് നമ്മൾ ആഗ്രഹിക്കുന്ന ക്വാളിറ്റി ഉള്ള ആളുകളായിരിക്കും ഇത്തരം കഥയിലെ കഥാപാത്രങ്ങൾ. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ മനസ്സിലാക്കണം, ഓക്കെ, സത്യസന്ധനായതുകൊണ്ട് അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായതുകൊണ്ട് അയാള് ഒരുപാട് സ്ട്രഗിളിലൂടെ കടന്നുപോയെങ്കിലും അൾട്ടിമേറ്റ് വിജയം അയാൾക്കുള്ളതായിരുന്നു. അയാൾ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അയാൾക്ക് ഒരുപാട് പേരെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട്. ഒരുപാട് പേര് അയാളെ ഭയങ്കര ആരാധനയോടുകൂടി നോക്കുന്നുണ്ട്.
അത്രയും പേരുടെ ജീവിതത്തിൽ അയാള് നന്മ നിറച്ചുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ ഞാനും ഇങ്ങനെ ആവണം. അപ്പൊ എന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എനിക്കും ഒരുപാട് ജീവിതത്തിലെ ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒരു ഇടം കിട്ടും. ഒരുപാട് പേരുടെ പ്രാർത്ഥനയിൽ ഞാനും ഉണ്ടാവും. അപ്പൊ അത്രയും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരാളായിട്ട് ഞാനും മാറണം. ഇത്തരം ക്വാളിറ്റികളൊക്കെ എന്റെ സ്വഭാവത്തിലും വരുത്തണം എന്നൊക്കെയുള്ള ഒരു ചിന്ത കുട്ടികളുടെ മനസ്സിലുണ്ടാവും. സ്വാഭാവികമായിട്ടും ഈ കഥാപാത്രം കുട്ടികളുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവര് എന്താണ് ആ കഥാപാത്രത്തിന് കുറെ സ്വഭാവ സവിശേഷതകളൊക്കെ അവർ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലും നമുക്ക് കഥയെ കഥയിലൂടെ സ്വഭാവ രൂപീകരണത്തിനെ നമുക്ക് സ്വഭാവ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് കഥയെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ എന്താക്കണം, നമ്മള് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കാം. ചാലഞ്ചിങ് ആയിട്ടുള്ള സ്റ്റോറീസ്. ഇപ്പൊ ഹെലൻ കെല്ലറുടെ പോലെ, അല്ലെങ്കിൽ വിൽമാ റുഡോൾഫിനെ പോലെ, സ്റ്റീഫൻ ഹോക്കിൻസിനെ പോലെ വളരെ കഷ്ടപ്പാടുന്ന് ഉയർന്നു വന്ന, പിന്നെ ചരിത്രത്തിലേക്ക് കയറി വന്ന ആളുകളുടെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കാം നമ്മൾ. ഇപ്പൊ ഹെലൻ കെല്ലറുടെ കാര്യമൊക്കെ അറിയാലോ. ഹെലൻ കെല്ലർക്ക് ഒരു സെൻസും ഇല്ല. അപ്പൊ എന്നിട്ട് എന്തെല്ലാം വിസ്മയങ്ങൾ ലോകത്തുണ്ടാക്കിയില്ലേ. അതുപോലെ വിൽമാ റുഡോൾഫ് എന്ന് പറഞ്ഞാല് അറിയാലോ, പോളിയോ ബാധിച്ച ഒരാളാണ്. വീൽ ചെയറിലിരുന്ന ഒരാളാണ്. അയാളാണ് പിന്നീട് ചരിത്രത്തിലേക്ക് ഓടിക്കയറുന്നത്, അല്ലെ, മെഡലുകൾ വാരി കൂട്ടുന്നത്, ചരിത്രം തന്നെ സൃഷ്ടിക്കുന്നത്. അപ്പൊ കുട്ടി മനസ്സിലാക്കണം, ഓക്കെ, ഇവർക്കൊക്കെ ഇത്രയും പോരായ്മകളുണ്ട്, ഇത്രയും പരിമിതികളുണ്ട്. ആ പരിമിതികളുടെ ഉള്ളിൽ നിന്നിട്ട് അവർ ചരിത്രത്തിലേക്ക് ഓടിക്കയറി ചരിത്രം സൃഷ്ടിച്ചു. അപ്പൊ എനിക്കൊന്ന് കണ്ണ് കാണാൻ പറ്റുന്നുണ്ട്, ചെവി കേൾക്കാൻ പറ്റുന്നുണ്ട്, എന്റെ കയ്യിനും കാലിലും ഒരു കുഴപ്പമില്ല, എല്ലാ ഓർഗൻസും എനിക്ക് ഓക്കെ ആണ്, ഫങ്ഷനിങ് ആണ്. അപ്പൊ എനിക്ക് ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് കുട്ടിക്ക് തിരിച്ചറിയണം. മാത്രല്ല ഇപ്പൊ നമുക്കറിയാലോ, ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ആത്മഹത്യ ചെയ്യുന്നൊക്കെ നമ്മളിങ്ങനെ കുട്ടികൾ വരെ ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇവർക്ക് താങ്ങാൻ പറ്റുന്നില്ല, നേരിടാൻ പറ്റുന്നില്ല. കാരണം നമ്മള് വളരെ ചെറിയ സങ്കടങ്ങൾ പോലും അവർക്ക് ഇട്ടുകൊടുക്കുന്നില്ല. ഒരു കാര്യം ആവശ്യപ്പെടുമ്പോഴേക്ക് വാങ്ങിക്കൊടുത്തു. പറയുന്നത് ഇങ്ങനെ, നമുക്കിതൊന്നും കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇവർക്ക് ഇതെല്ലാം ചെയ്തു കൊടുക്കാന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമുക്കിതൊന്നും കിട്ടിയിരുന്നില്ല, അതുകൊണ്ട് എന്താക്കി നമ്മൾ കുറെ വിഷമിച്ചു, കുറെ നഷ്ടങ്ങൾ സഹിച്ചു, കുറെ വേദനകളിലൂടെ കടന്നുപോയി, കുറെ തോൽവികൾ അറിഞ്ഞു. അതുകൊണ്ട് നമുക്ക് എന്താണ്, ജീവിതത്തിൽ കുറച്ച് ക്രൈസിസ് വന്നാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവർക്ക് നമ്മളെല്ലാം വാങ്ങിക്കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ജീവിതം പഠിക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുന്നില്ല. തോൽവിയുടെ ഒരു രുചി ഇവരെ അറിയുന്നില്ല. തോൽവി ശരിക്കും ആഘോഷിക്കാനുള്ളതാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ചെറിയ ചെറിയ തോൽവികൾ, നഷ്ടങ്ങള്, പിന്നെ പരാജയങ്ങൾ, പ്രശ്നങ്ങൾ ഒന്നും നേരിടാൻ ഇവർക്ക് കഴിയാതെ വരികയാണ്. ഇവർ തളർന്നു പോവാണ്. അപ്പൊ അങ്ങനെ ഒരു ക്രൈസിസ് മാനേജ്മെന്റിൽ എന്താണ്, കാര്യങ്ങൾ എന്ത് പ്രതിസന്ധികൾ ഉണ്ടായിക്കോട്ടെ അതിനൊക്കെ തരണം ചെയ്ത് നമ്മൾ പോവണം എന്നുള്ള ഒരു മെസ്സേജ് അതിലൂടെ കിട്ടുകയാണ്. ഇപ്പൊ കുട്ടികളാണെങ്കിൽ എന്താണ്, ഇപ്പൊ നമ്മൾ വലിയവരെ പോലെ തന്നെ കുട്ടികൾ പലതരത്തിലുള്ള ബോഡി ഷേമിങ്ങിനൊക്കെ വിധേയമാകുന്നുണ്ട്. നിറത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ ഫിസിക്കൽ അപ്പിയറൻസ്, തടി കൂടിയതിന്റെ പേരിൽ, കുറഞ്ഞതിന്റെ പേരിൽ, ഇങ്ങനെയൊക്കെ ഇവരെ ഇങ്ങനെ ബോഡി ഷേമിങ്ങിനെ വിധേയമാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ പറയും, നീ കറുത്തിരിക്കുന്നു, അല്ലെങ്കിൽ നീ തടി കൂടുതലാണ്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് കുട്ടികളുടെ കോൺഫിഡൻസിനെ വല്ലാണ്ട് ബാധിക്കും. ഇവർക്ക് പിന്നെ എന്താണ്, ഇവര് പൊതുവെ ഉൾവലിയാൻ തുടങ്ങും, ആളുകളോട് സംസാരിക്കാതെ ആവും, സോഷ്യലൈസേഷൻ വളരെ കുറയും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ട് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇത്തരം ചാലഞ്ചിങ് സ്റ്റോറീസ്, ഇൻസ്പയറിംഗ് സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താണ്, അവരുടെ ഉള്ളിൽ ഒരു കനൽ ഉണ്ടാവുകയാണ്. ആ കനലിൽ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഊതിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് അവരുടെ ഉള്ളിൽ ആ ഒരു ശക്തി, അവർ മനസ്സിലാക്കും, ഓക്കെ, ഫിസിക്കൽ അപ്പിയറൻസിലല്ല കാര്യം, നമ്മുടെ ഉള്ളിലൊരു കാര്യമുണ്ട്, അത് നമ്മൾ കണ്ടെത്തണം. അതാണ് നമ്മുടെ പർപ്പസ്, നമ്മുടെ സ്കില്ല് കണ്ടെത്തിയിട്ട് നമ്മൾ അതിൽ കയറി വർക്ക് ചെയ്യണം. അതാണ് നമ്മുടെ ഐഡന്റിറ്റി എന്നൊക്കെ കുട്ടികൾ അപ്പോഴാണ് തിരിച്ചറിയുക. അപ്പൊ അത്തരത്തിലുള്ള ഇൻസ്പയറിംഗ് സ്റ്റോറീസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ അത് അവരുടെ ആത്മവിശ്വാസത്തിനെയൊക്കെ നല്ല തോതിൽ പിന്നെ വർദ്ധിപ്പിക്കും. അതുപോലെ എല്ലാ ക്രൈസിസിനെയും മാനേജ് ചെയ്തിട്ട് പോവാൻ അവർക്കുള്ളൊരു ധൈര്യവും ആത്മവിശ്വാസമൊക്കെ കിട്ടും. അതുപോലെ ട്രാജിക് സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുക. ഇതുപോലെ പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെയൊക്കെ ജീവിച്ച് രോഗം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുടെ കുറെ അവസ്ഥകൾ, കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ വീടിനടുത്തോ നമ്മുടെ ചുറ്റുപാടിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതും ഇതുപോലെ കഥയായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുക. കുറച്ച് ഇമോഷണൽ ടച്ചിൽ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവരെന്താക്കും, അവര് മനസ്സിലാക്കണം, ഓക്കെ, ഒരു മനുഷ്യൻ അസുഖമായിട്ട് കിടക്കുമ്പോൾ ആളെടുത്ത് ചെന്നിട്ട് പറയാണ്, എന്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരാൾക്ക് അസുഖം ഉണ്ടായിരുന്നു, പക്ഷെ ഇത് വന്നാൽ പിന്നെ രക്ഷയില്ല കേട്ടോ, ഏതായാലും ഖുർആനെ ഓതിക്കൊണ്ട്, ഈ രീതിയിലൊക്കെ അയാൾ സംസാരിക്കാൻ പാടില്ല. കാരണം അത് അയാളുടെ ആത്മവിശ്വാസത്തെ പറ്റ ഡൗൺ ആക്കും. മറിച്ച് നമുക്ക് എന്താക്കാം,
അവള് പറയാം, ഇതൊന്നും അത്ര പ്രശ്നമല്ല, കാര്യമല്ലടോ, ഇപ്പൊ ശാസ്ത്രമൊക്കെ ഒരുപാട് പുരോഗതി കൈവരിച്ച നേരല്ലേ, ഇതിനൊക്കെ മരുന്നും ചികിത്സയും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഉണ്ട്, ധൈര്യമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടണം. കുട്ടി മനസ്സിലാക്കാണ് ഒരാൾക്ക് ഒരു അസുഖം വന്നാൽ ഓക്കെ, അയാൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫെയിലിയർ വന്നാൽ അയാൾക്ക് നല്ല വിഷമം ഉണ്ടാവും. അപ്പൊ അയാളോട് നമ്മൾ അയാളുടെ വിഷമം നമ്മുടെ വിഷമമായിട്ട് കാണണം. അപ്പൊ ആ രീതിയിലാണ് അയാളോട് നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പൊ എനിക്കൊരു കാര്യം എന്നോട് സങ്കടപ്പെടുന്ന ഒരു കാര്യം, എനിക്ക് സങ്കടം വരും, എനിക്ക് വിഷമം വരും. ഇതുപോലെ തന്നെയാണ് എന്റെ അപ്പുറത്തിരിക്കുന്ന ആൾക്കും ഇങ്ങനെ ഒരു സംഗതി വന്നാൽ അയാൾക്ക് വിഷമാവും. അപ്പൊ നമ്മുടെ ഇമോഷൻസിനെ തിരിച്ചറിയാം, മറ്റുള്ളവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ കഴിയാം, അതനുസരിച്ച് എമ്പതിയോടുകൂടി പെരുമാറാൻ കഴിയാം. എമ്പതി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സ്കില്ലാണ് എമ്പതറ്റിക് ആവുക എന്ന് പറഞ്ഞാൽ. ഒരു നല്ല മനുഷ്യനാവണമെങ്കിൽ അയാൾ എമ്പതി ഉള്ള ആളായിരിക്കണം. അപ്പൊ എമ്പതി എന്ന് പറഞ്ഞ സ്കിൽ, ഇമോഷണൽ റെഗുലേഷൻ, ഇതൊക്കെ പഠിപ്പിച്ചെടുക്കാൻ അത്തരത്തിലുള്ള കഥകൾ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ നമ്മൾ കഥ കൊണ്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ. നീ ഇതുപോലെ ഇപ്പൊ ഞാൻ പറയുകയാണ്, അല്ല, നമ്മൾ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരു സെമിനാർ കേൾക്കുമ്പോൾ, എന്തെങ്കിലും മതപ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ന്യൂസ് കേൾക്കുമ്പോൾ, ഇതൊക്കെ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ആണ് നമ്മുടെ ബ്രെയിനിൽ കിട്ടുന്നത് അല്ലെ, അതിനപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷെ ഒരു കഥ കേൾക്കുമ്പോഴോ, കഥ കേൾക്കുമ്പോൾ ഇൻഫർമേഷൻ മാത്രമല്ല കിട്ടുന്നത്, കഥ കേൾക്കുമ്പോൾ ശരിക്കും നമ്മുടെ ബ്രെയിൻ ആ കഥ ഫീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യും, പലതരത്തിലുള്ള ഹോർമോണും ആ സമയത്ത് റിലീസ് ചെയ്യും. ഇപ്പൊ നമുക്കറിയാം, ഈ കുട്ടികളെ അഡോളസെന്റ് ഏജ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇവര് പിടിച്ചാൽ കിട്ടൂല. കാരണം അപ്പോൾ നടക്കുന്ന ഒരുപാട് ഹോർമോണൽ ചേഞ്ച്, ഇമോഷണൽ ചേഞ്ച് ഒക്കെ കാരണം എപ്പോഴും ഈ പാരന്റ്സിനെതിരായിരിക്കും മക്കള്. മിക്കവാറും അവരുടെ കൂട്ടുകാരുടെ കൂടെ ആയിരിക്കും ഇവരുണ്ടാവുക. കൂട്ടുകാരുടെ കൂടെ കൂടാനായിരിക്കും സമയത്ത് ഇഷ്ടം ഉണ്ടാവുക. അപ്പൊ തന്നെ കുട്ടി നമ്മൾ ഒരു അറ്റാച്ച്മെന്റ് ഇല്ലെങ്കിൽ, ചെറുപ്പത്തിൽ നമ്മൾ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി എടുത്തിട്ടില്ലെങ്കിൽ, കുട്ടികൾ പല തരത്തിലും വഴിതെറ്റി പോകാൻ, പല കൂട്ടുകെട്ടിൽ പെടാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഡ്രഗ്സിലായിക്കോട്ടെ, അനാരോഗ്യകരമായിട്ടുള്ള പ്രണയബന്ധങ്ങളിലായിക്കോട്ടെ ഇടപെടാൻ അവര് പെട്ടുപോകാനുള്ള സാധ്യത ഒരുപാടുണ്ട്. അപ്പൊ നമ്മൾ എന്താക്കണം, ചെറിയ ഏജിൽ തന്നെ കുട്ടികൾ നമ്മൾ തമ്മിലൊരു ബോണ്ട് ശക്തിപ്പെടുത്തണം. അങ്ങനെ ബോണ്ട് ശക്തിപ്പെടുത്താൻ പറ്റുന്ന ഒരു മാർഗമാണ് കഥ പറയാന്ന് പറയുന്നത്. കാരണം കഥ പറയുമ്പോ ഈ കഥയിലെ കഥാപാത്രങ്ങളോട് എന്ന പോലെ തന്നെ കഥ പറയുന്ന വ്യക്തിയോടും കുട്ടികൾക്കൊരു ട്രസ്റ്റ്, ഒരു ഇന്റിമസി, ഒരു ഡീപ്പ് ഇമോഷൻ അല്ലെങ്കിൽ ഒരു അഫെക്ഷൻ ഒക്കെ ഫീൽ ചെയ്യും. കാരണം എന്താണെന്നറിയാം, കഥ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഹോർമോണുകളൊക്കെ റിലീസ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്സിറ്റോസിൻ ഒരു ലവ് ഹോർമോൺ ആണ്. അതുകൊണ്ട് തന്നെ കഥ പറയുന്ന വ്യക്തിയോട് ഇവർക്കൊരു ട്രസ്റ്റ്, ഒരു ഇന്റിമസി, ഒരു ഡീപ്പ് ഇമോഷൻ ഇവർക്ക് ഫീൽ ചെയ്യും. അപ്പൊ കഥയിലൂടെ നമുക്ക് എന്താക്കാം, നമ്മളും കുട്ടിയും തമ്മിലുള്ള ആ ഒരു ബോണ്ട് ശക്തിപ്പെടുത്താനായിട്ട് കഥകൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് പലതരത്തിലുള്ള കോൺഫിഡൻസ് കുറവുണ്ടാവും. ചിലപ്പോൾ ചുറ്റുമുള്ള ഫ്രണ്ട്സ് ആയിക്കോട്ടെ, പിന്നെ മുതിർന്നവരായിക്കോട്ടെ, അവരെ കളിയാക്കുകയോ അവഗണിക്കുകയോ പരിഗണിക്കപ്പെടാതെ പോവുകയോ ഒക്കെ ചെയ്ത് അവർക്ക് വിഷമം ഉണ്ടാവും അല്ലെ. അപ്പൊ അത്തരം ചെറിയ ചെറിയ മൂഡ് ഔട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ആ മൂഡ് ഔട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കഥ പറയാം. കാരണം കഥ പറയുമ്പോൾ ഒരു ഫുള്ളി എൻഗേജ്ഡ് ആയിട്ട് കഥ കേട്ടിരിക്കും. കാരണം എന്താണെന്നറിയോ, കഥ പറയുമ്പോൾ ഡോപ്പമിൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോർമോൺ റിലീസ് ചെയ്യുന്നത്. അതൊരു ഹാപ്പി ഹോർമോണാണ്, ഒരു റിവാർഡിങ് ഹോർമോണാണ്. ഇപ്പൊ നമ്മൾ വലിയ ആൾക്കാർ തന്നെ പറയൂലേ, നമ്മളൊന്നും ഇങ്ങനെ മുന്നോട്ടായിരിക്കണേ പോവാ, നമുക്കൊന്ന് പുറത്ത് പോയി ചായ അടിച്ചിട്ട് വരാമെന്ന് അറിയില്ല. നമ്മൾ ചായ കുടിക്കുമ്പോൾ, ഒരു കോഫി കുടിക്കുമ്പോൾ, നമ്മൾ സെക്സിലാവുമ്പോൾ, നമ്മൾ റൊമാൻസിലാവുമ്പോൾ, ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് ഡോപ്പാമിൻ എന്ന് പറയുന്നത്. അതൊരു ഹാപ്പി ഹോർമോണാണ്, ഒരു റിവാർഡിങ് ഹോർമോണാണ്. നമ്മൾ കഥ പറയുമ്പോഴും സെയിം ഹോർമോൺ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മൂഡ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്, അവരെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താക്കാം, കഥകൾ പറഞ്ഞു കൊടുക്കാം. അതുപോലെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ അവർക്ക് ഈ എല്ല് ബോൺസ് ഒക്കെ വളരുന്ന സമയത്തെ ചെറിയ വേദനകളൊക്കെ ഉണ്ടാവും കൈയിനോ കാലിനൊക്കെ. അപ്പൊ അതിനൊന്നും മരുന്നുകളൊന്നും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ അവരെ ഒന്ന് സോപ്പിട്ടെന്ന് വർത്താനം പറയാ, അവരൊന്ന് ഹഗ് ചെയ്യുക, ചേർത്ത് പിടിക്കുക, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സാരമില്ല എന്ന് പറയാം. അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. അവിടെ നമുക്ക് എന്താക്കാം, കഥകൾ പറയാം. കഥകൾ പറയുമ്പോൾ ശരിക്കും കഥകൾ ഒരു പെയിൻ കില്ലർ ആയിട്ട് കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം കഥ പറയുന്ന സമയത്ത് എൻഡോർഫിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ട്. എൻഡോർഫിൻ ശരിക്കും ഒരു സെഡേറ്റീവ് ആയിട്ട്, ഒരു പെയിൻ കില്ലർ ആയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ചെറിയ ചെറിയ വേദനകൾക്ക് കഥ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ വേദനകളുടെ മെസ്സേജ് ബ്രെയിനിലോട്ട് പോകുന്നത് എൻഡോർഫിൻ തടയും. അപ്പൊ ഈ വേദനകൾ അവർ മറന്നുപോകും. വേദനകൾ അവർക്ക് അത്ര അനുഭവപ്പെടാൻ കഴിയില്ല. അപ്പൊ ആ രീതിയിൽ നമുക്ക് കുട്ടികളെ മൊത്തത്തിലൊന്ന് മെരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കഥ പറയുന്നതിലൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ കുട്ടികൾക്ക്, ചെറിയ മക്കൾക്കൊക്കെ എന്താണ്, കഥകൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കഥകൾ എന്ന് പറയുന്നത് വിൻഡോസ് ടു ദ ന്യൂ വേൾഡ് ആണ്.
കഥയിലൂടെ അവർ പുതിയ ലോകത്തെ കാണാനും കേൾക്കാനും അറിയാനൊക്കെ ഉള്ള അവസരങ്ങൾ നമ്മൾ അവർക്ക് ഒരുക്കി കൊടുക്കാം. അപ്പോ എന്റെ സെഷൻ ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹായ് മാം. എന്തെങ്കിലും സജഷൻസ് പറയാം. ഓക്കെ, പ്രസീന മാം. മാം പറഞ്ഞ നല്ല കഥയാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ എന്റെ സ്റ്റേറ്റ്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിട്ടേ ഞങ്ങളൊക്കെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിന്. ഇപ്പം തന്നെ എനിക്കൊന്നും ശരിക്കും അങ്ങനെ ഫുള്ളായിട്ട് പറയാൻ പറ്റൂല. അപ്പൊ ഇപ്പൊ ഞാനിപ്പോ മാമിന്റെ ഈ ഒരു കഥ കേട്ടപ്പോ ഞാൻ 14 സ്റ്റേറ്റ്സും പഠിച്ചു എന്നുള്ളതാണ് ഈ ഒരു നിമിഷം കൊണ്ട്. ഞാൻ എന്നിട്ട് ഇങ്ങനെ ഓർക്കായിരുന്നു എനിക്ക് കിട്ടുന്നുണ്ടോന്ന്. അപ്പൊ സത്യമാണ് മാം പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലൂടെ ഒരു സ്റ്റോറി നമുക്ക് ഭയങ്കര ഒരു എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ വേഗം പഠിക്കാൻ പറ്റും. അപ്പം ഈ ഒരു മെത്തേഡ് നമ്മളിപ്പോ ടീച്ചേഴ്സിനൊക്കെ ഏറ്റവും നല്ല ഈ ചെറിയ മക്കളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെല്ലാം ഭയങ്കര ഉപകാരമുള്ള കാര്യമാണ്. ചെയ്യാറുണ്ട്, പക്ഷെ ഇത്ര മാം പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു നമ്മളെ ലൈഫിലൂടെ കൊണ്ടുപോകല് കുറവാണ്. അപ്പൊ ഇനി ഏതായാലും ഈ ഒരു ഇത് കിട്ടിയല്ലോ, മാമിന്റെ അടുത്ത് ഒരു മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറഞ്ഞ പോലെ എനിക്കും കിട്ടി. ഇൻഷാ അല്ലാ അത് കണ്ടിന്യൂ ചെയ്യാം. ഏതായാലും മാമിന്റെ നല്ല സെഷൻ ആയിരുന്നു. ഇനിയും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു മാം, ലവ് യു. താങ്ക് യു പ്രസീന. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ട്രെയിനർ ബാച്ചിന്റെ 16th ബാച്ച് നാളെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യാം. കാരണം നമ്മളെ ഇതിൽ പങ്കെടുക്കുന്നവരൊക്കെ ഈ ഫൈസൽ സാറിന്റെ ബിബിൾ അക്കാഡമിയിൽ ട്രെയിനിങ് കഴിഞ്ഞവരാണ്. ശരിക്കും നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണത്. പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തുക. കാരണം നമ്മളിങ്ങനെ 1 ഡേ അല്ലെങ്കിൽ 2 ഡേ 3 ഡേ പ്രോഗ്രാംസ് ഒക്കെ പലയിടത്തും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും നമുക്ക് അത്ര എന്താ പറയാ ലോങ് ലാസ്റ്റിംഗ് അല്ല. നമുക്ക് കുറച്ചേറെ ഇതിന്റെ എഫക്ട് നിൽക്കും. പിന്നെ നമ്മൾ നമ്മളെ തിരക്കിലൂടെ അങ്ങനെ പോകും. പക്ഷെ ഇതങ്ങനല്ല. പിന്നെ നമുക്ക് ഓരോ ദിവസം ക്ലാസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഓരോ ടാസ്കുകൾ, ഓഡിയോ വീഡിയോ ടാസ്കുകൾ തരുന്നുണ്ട്. നമ്മൾ അത് ചെയ്ത് ഇമ്പ്രൂവ് ആയിട്ട് ഇങ്ങനെ വരികയാണ്. മാത്രമല്ല നമുക്ക് വിംബിൾ അക്കാഡമിയുടെ കീഴിൽ ഇതുപോലെ ക്ലാസ് എടുക്കാം, കോഴ്സുകൾ ചെയ്യാം. അങ്ങനെ വലിയൊരു അവസരമാണ് നമുക്ക് മുന്നിൽ തുറന്നു വെച്ചിട്ടുള്ളത്. എല്ലാവരും ട്രെയിനിങ് ഫീൽഡിലോട്ട് വരാൻ താല്പര്യമുള്ള എല്ലാവരും പരമാവധി അത് ഉപയോഗപ്പെടുത്താൻ നോക്കുക. ഇപ്പൊ ആർക്കൊന്ന് ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ, പറയാനുണ്ടോ? ഈ കോഴ്സ് ഓൺലൈൻ വഴിയാണോ ചെയ്യണത്? ട്രെയിനർ ബാച്ച് അല്ലേ? അതെ, അതെ ഓൺലൈൻ ആയിട്ടാ. ഓൺലൈൻ. എത്ര ദിവസം? 2 ദിവസം? അല്ല, ദിവസമല്ല ഇത്. പിന്നെ 2 മാസമൊക്കെ തോന്നുന്നു. തുടർച്ചയായിട്ട് 2 മാസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ഉണ്ടാവും. അങ്ങനെയുണ്ട്. 7:30 to 8:30. സമയം പിന്നെ നോക്കണം. നമുക്ക് റെക്കോർഡ് ക്ലാസ്സും കിട്ടും, ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം. ലൈഫ് ലോങ് ഗൈഡൻസ് കിട്ടും. അതാണ് വലിയൊരു കാര്യം. പേയ്മെന്റ് എങ്ങനെയാണ്? അത് സാറുമായിട്ട് ഡിസ്കസ് ചെയ്താൽ മതി. നമ്പർ ഉണ്ട്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടില്ല. നമുക്കൊക്കെ അതിന്റെ ഇരട്ടി ബെനിഫിറ്റ് കിട്ടി എന്നുള്ളതാണ്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്. എന്നാ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ മാം. ഓക്കെ, എല്ലാവർക്കും താങ്ക്സ് അലോട്ട്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഓൾ.